Alha. Sir, Last class il എന്താ alha നമ്മൾ ചെയ്തേ? laws of refraction പഠിച്ചു. Laws of refraction. ഏതൊക്കെയാണ് രണ്ട് laws of refraction? The incident and reflected ray and normal still point in incident surface separated in same plane and the ratio of മതി. All are in the same plane അല്ലേ? എല്ലാം സെയിം പ്ലെയിനിലായിരിക്കും. ഫാത്തിമ ഇർഫാന, സെക്കൻഡ് ലോ എന്ന് പറഞ്ഞ ഫാത്തിമ, സെക്കൻഡ് ലോ. Ratio of angle of incident and the angle of refracted നോക്കല്ലേ, ബുക്കിൽ നോക്കി തീർന്നു. അടുത്താക്ക് കൊടുക്കാം. ബുക്കിൽ നോക്കിയില്ലേ? പോയില്ലേ? ബുക്കിൽ നോക്കി അപ്പൊ പോയില്ല, അറിയില്ല എന്നല്ല എന്റെ അർത്ഥം അല്ലേ? അറിയോ? ആ റേഷ്യോ ഓഫ് സൈൻ എന്ന് റേഷ്യോ എന്ന് പറഞ്ഞപ്പോ തന്നെ തെറ്റിപ്പോ. ഓക്കെ, അമാന സ്വാലിഹ എന്ന് പറഞ്ഞു കൊടുത്തേ ഫാത്തിമ ഇർഫാനക്ക്. ബുക്കിൽ നോക്കരുത് കേട്ടാ, കണ്ണടച്ച് പറഞ്ഞു. നിങ്ങൾ ബുക്കിലേക്ക് നോക്കല്ലേ, കണ്ണടച്ച് പറ. പറഞ്ഞു. ഉറക്ക കേൾക്കുന്നില്ല. റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് കേട്ടോ ഫാത്തിമ. സൈൻ ആണ്, സൈൻ കേട്ടോ. സൈൻ പറയുന്ന ആംഗിൾ പറയുന്ന വ്യത്യാസം ഉണ്ട് അല്ലെ? ആംഗിൾ 40 ബൈ ആംഗിൾ 30 എങ്ങനെ ചെയ്യാം? എനിക്കറിയില്ല എങ്ങനെ ചെയ്യുന്നത്, രണ്ട് ആംഗിൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സൈൻ ആണ് ആ വാല്യൂ, സൈൻ ആ ആംഗിളിന്റെ വാല്യൂ എടുത്തിട്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. ബാക്കി പറഞ്ഞോ. The sign of the ratio of the sign of incidence and ratio of sign of refraction are constant. Okay, sign of incidence, angle of incidence പിന്നെ sign of angle of refractionന്റെയും എന്തെടുക്കുക, റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അത് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? ആ കോൺസ്റ്റന്റ് എന്തായിരിക്കും ബീമ പി സിദ്ദീഖ്? ആ കോൺസ്റ്റന്റ് എന്തായിരിക്കും? സർ n എന്ന ലെറ്റർ അതാണ്. ആ n എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? അല്ല, n റെപ്രസെന്റ് ചെയ്യണ അതിന്റെ അത് കിട്ടണ ആൻസർ അല്ലേ? എന്നിന്റെ n എന്താ? n എന്ന് കണ്ട എന്നതാ അത് നമ്മൾ മീൻ ചെയ്യുന്ന എന്നാ? n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതാ ചോദിച്ചേ. n റെപ്രസെന്റ് ചെയ്യുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം, കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറയുവാണെങ്കിൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. മീഡിയം 2, രണ്ടാമത്തെ മീഡിയം വിത്ത് റെസ്പെക്ട് ടു 1 ആണ് നമുക്ക് ചെയ്ത് കിട്ടുക. ഓക്കെ, ഇനി ബോബി, ഈ സെക്കൻഡ് ലോക്ക് നമ്മൾ വേറൊരു പേരും കൂടി കൊടുത്തല്ലോ, അറിയോ? ഓർക്കുന്നുണ്ടോ? സെക്കൻഡ് ലോക്ക് നമ്മൾ വേറൊരു പേര് കൊടുത്തേ. സെക്കൻഡ് മീഡിയം എന്താണ്? സെക്കൻഡ് മീഡിയം അല്ല, സെക്കൻഡ് ലോക്ക് നമ്മളൊരു പേര് കൊടുത്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? ലോസ് ഓഫ് റിഫ്രാക്ഷന്റെ ഒരാളുടെ പേര് വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് ലോക്ക് മറ്റൊരു പേര് കൂടി പറയാം. സെക്കൻഡ് ലോ, ഫസ്റ്റ് ലോ അല്ല, സെക്കൻഡ് ലോക്ക്. ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കി. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കൊള്ളാം. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞാണ് ആ പേര് കേട്ടാ. ഇത്രയും പേര് ഓർക്കുന്നുണ്ടല്ലേ? ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. ഹാരിസ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടില്ല, അൻഷിത ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, പിന്നെ ആരാണ്? അനശ്വര ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, മുഹമ്മദ് മുഹമ്മദ് അമീൻ ശ്രദ്ധിക്കുന്നില്ല, അൽസാബിത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആൽബിൻ ശ്രദ്ധിക്കുന്നില്ല. ആൽബിനെ അറിയില്ല അല്ലെ? എന്നാ യഹിയ പറഞ്ഞു കൊടുത്തേ. യഹിയ അത് ഏതാ? അതിന് പറയുന്നത് രണ്ടാമത്തെ ലോക്ക് ഒരു പേരൂടെ ഉണ്ടല്ലോ. ഉറക്കെ പറ, കേക്കട്ടെ. എന്താണ്? കമന്റ് ചെയ്യേ യഹിയ. യഹിയയുടെ കമന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. പെട്ടെന്നാവട്ടെ യഹിയ. ഫാസ്റ്റ്, പെട്ടെന്ന് കമന്റ് ചെയ്യും. കമന്റ് എത്തിയില്ലോ യഹിയ. ഇവര് വിചാരിക്കും യഹിയക്ക് അറിയില്ലാന്ന്.
ഒന്ന് പറഞ്ഞു കൊടുത്തേ. എത്തി. ഓക്കെ, സ്നെൽസ് ലോ അല്ലെ, സ്നെൽസ് ലോ. അപ്പൊ അവിടെ എഴുതി വെക്കുക, സ്നെൽസ് ലോ എന്ന് എഴുതി വെക്കുക. സെക്കൻഡ് ലോ കേട്ടോ, ഫസ്റ്റ് ലോ അല്ല. ആ സെക്കൻഡ് ലോക്ക് നമ്മൾ വേറൊരു പേര് കൂടി പറയും, സ്നെൽസ് ലോ. ഓക്കെ, അതവിടെ എഴുതി വെച്ചു, നോട്ട് ചെയ്ത് വെച്ചേ കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഓക്കെ, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ലെൻസിനെ കുറിച്ചാണ്. അതിനു മുന്നേ നിങ്ങൾക്ക് ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചിലപ്പോൾ കൊഴിഞ്ഞു കെട്ടി കിടക്കുന്നുണ്ടാവും അല്ലെ. കാരണം നമ്മളിപ്പോ മൂന്ന് ഇക്വേഷൻ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് പഠിച്ചു. ആർക്കൊക്കെ പറയാം 3 ഇക്വേഷൻ? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് നമ്മൾ പഠിച്ച 3 ഇക്വേഷൻ. അബ്സല്യൂട്ട് ഒന്നും ഒരു കൺഫ്യൂഷനും ഇല്ല അല്ലെ. അബ്സല്യൂട്ട് വന്നാൽ ഒരു കൺഫ്യൂഷനും ഇല്ല, ഉറപ്പാണ് അല്ലെ. n=c/v. പക്ഷെ റിലേറ്റീവ് വരുമ്പോ എങ്ങനെയാ, ഏതാണ്, വിത്ത് റെസ്പെക്ട് ടു എന്താണ് തന്നതെന്ന് നോക്കിയിട്ട് വേണം, ആലോചിച്ച് വേണം എടുക്കാനായിട്ട്. ഇപ്പൊ റിലേറ്റീവിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ അതിനകത്ത് വിത്ത് റെസ്പെക്ട് ടു എന്ന് പറഞ്ഞ 2 മീഡിയം തന്നിട്ടുണ്ടാവും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വാക്കുന്നാണെങ്കിൽ നിങ്ങൾ അബ്സല്യൂട്ട് എടുത്തോ, ഒരു കുഴപ്പമില്ല. വിത്ത് റെസ്പെക്ട് ടു എയർ എന്നാണെങ്കിൽ അബ്സല്യൂട്ട് എടുത്തോ. വേറെ ഏതെങ്കിലും മീഡിയങ്ങൾ തമ്മിലാണെങ്കിൽ റിലേറ്റീവ് ആണെന്നുള്ള ബോധം ഉണ്ടാവുക ക്വസ്റ്റ്യൻ കാണുമ്പോൾ. ഓക്കെ, അപ്പൊ ആ 3 ഇക്വേഷൻ ആർക്ക് പറയാം? നമ്മളിപ്പോ 3 ഇക്വേഷൻ 3 സ്ഥലത്തായിട്ട് റിലേറ്റീവിനെ പഠിച്ചിട്ടുണ്ട്. ആർക്ക് പറയാം? ഏതെങ്കിലും ഒരെണ്ണം പറ, ഒരെണ്ണം. പറഞ്ഞോ. ആ കൈബുക്കി ആരെങ്കിലും പറഞ്ഞോ? Sin I by sin R. സൈൻ ഐ ബൈ സൈൻ ആർ, അതെ ലേറ്റസ്റ്റ് ഇക്വേഷൻ ആണ് അല്ലെ. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ച ഇക്വേഷൻ ആണ്. ഓക്കെ, പിന്നെ ഏതാ? n21 equal to n1 by n2. n21 ആ മിടുക്കൻ ആരാ പറയുന്നത്? ഓക്കെ, n21 equal to n1 by n2 അല്ലെ. n2 by n1 എന്നാ മോനെ കേട്ടോ, n2 by n1 എന്നാ. അവിടെ തിരിക്കണ്ട കേട്ടോ, തിരിക്കേണ്ടത് സ്പീഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാ കേട്ടോ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ സ്പീഡ് വെച്ചിട്ടുള്ള ഇക്വേഷൻ ഒരാൾ പറ. സ്പീഡ് വെച്ചിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞോ, മുഹമ്മദ് അമീൻ പറഞ്ഞോ. n=c/v. അത് അബ്സല്യൂട്ടിനല്ലേ, ഞാൻ പറഞ്ഞ റിലേറ്റീവിനാണ്. റിലേറ്റീവിന് n21 equal to v1 by v2. ഓക്കെ, ഫാത്തിമ വെരി ഗുഡ്, അറിയാം. ഓക്കെ, n21 equal to v1 by v2. അപ്പൊ അത് 3 ഒരുമിച്ച് ഒരിടത്തുനിന്ന് എഴുതി വെക്കണം കേട്ടോ. അതിനുവേണ്ടി നമുക്കൊരു കുഞ്ഞു പ്രോബ്ലം കൂടി ചെയ്ത് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന ടോപ്പിക് അവസാനിക്കാം കേട്ടോ. എഴുതിക്കോളൂ. ഫൈൻഡ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് relative refractive index of air with respect to glass. കണ്ടോ, ഇങ്ങനെ പറയുമ്പോഴാണ് റിലേറ്റീവ് വരുന്നത്. കണ്ടോ, എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. ഇത് അബ്സല്യൂട്ട് എടുക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, കാരണം വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണ്. ഇപ്പൊ എയർ ഉണ്ടെന്നുള്ള നോക്കണ്ട, വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ഗ്ലാസ് ആണ്. അതേസമയം തിരിച്ചാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എഴുത് ഇതൊന്നും കേൾക്കൂല. ഓക്കെ, അച്ചു മനസ്സിലായോ? എങ്ങനെയാണെന്നെങ്കിൽ കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞേ. എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലാന്നാ പറഞ്ഞേ. എയർ ഇവിടെ ഗ്ലാസ് വന്നിട്ടുണ്ട്. ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ എന്നാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അത് അബ്സല്യൂട്ടാ ചോദിക്കണേ അല്ലെ. വിത്ത് റെസ്പെക്ട് ടു വാക്വം അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണ്, തിരിച്ചാണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരു ചെറിയൊരു അണ്ടർലൈൻ ചെയ്തേക്ക്, അതെന്താ? ഗ്ലാസ് ആണ്. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ട അബ്സല്യൂട്ട് അല്ല, റിലേറ്റീവ് ആണ് കേട്ടോ. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഇക്വേഷനും നമ്മൾ ഉപയോഗിക്കും ഇവിടെ കേട്ടോ. അതായത് വേണമെങ്കിൽ ഒരു ആംഗിളും തന്നേക്കാം. ഇവിടുന്ന് ഇതിങ്ങനെ ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് അവിടെ നോർമൽ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു 10 ഡിഗ്രി, ഇവിടെ ഒരു 15 ഡിഗ്രി കൊടുക്കും കേട്ടോ. ഓക്കെ, ഇനി ഫസ്റ്റത്തെ ഇക്വേഷൻ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ഈക്വൽ ടു സ്പീഡ് വെച്ചിട്ട് ആരാ പറയാ? അഫ്നാനെ സ്പീഡ് വെച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞ സ്പീഡ് വെച്ചിട്ടുള്ള ഇക്വേഷൻ. ഞാൻ പറഞ്ഞു റിലേറ്റീവ് ആണെന്ന് ഒരു 100 വട്ടം ഇവിടെ മരുന്ന് കുഴിക്കാൻ നടക്കുന്ന പോലെ ഇങ്ങനെ കൂയിക്കൊണ്ട് നടക്കുക. എന്നിട്ടും പറയുകയാണ് c/v. c/v അല്ല, റിലേറ്റീവ്. അതാണ് 2 മീഡിയം വരുന്ന അവിടെ. പറഞ്ഞോ. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണല്ലോ ഇക്വേഷൻ. എന്താ? n21 is equal to n1 by n2. അപ്പൊ NAG ആണെങ്കിൽ ആ 2 1 മാറ്റി അവിടെ AG ഇട്ടെന്ന് പറഞ്ഞു. NAG equal to NG by NA. ഇത്രേ ഉള്ളൂന്നേ. അല്ല, NG അല്ല, ആദ്യം സ്പീഡ് വെച്ചിട്ട് പറ. സ്പീഡ് വെച്ചിട്ട് VG by VA VA അല്ലേ.
N12 ഇത് തന്നെയാണ്. നിങ്ങൾ ആ N12 എന്ന് എഴുതിയതാണ്. ഒന്ന് മാറ്റേ. N12 നമുക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റില്ലല്ലോ, രണ്ട് മീഡിയം അല്ലേ. N12 ഈക്വൽ ടു ഇവിടെ വേണേ എഴുതി വെച്ചോ, V1/V2. ഇത് തന്നെയാ സംഭവം. N12 ഈക്വൽ ടു V1/V2. ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് നോക്കിക്കോ, 2 × 10⁸ ആണ് ഗ്ലാസ്സില്. എയറിൽ വരുമ്പോ 3 × 10⁸ ആണ്. 10⁸ തമ്മിൽ വെട്ടിപ്പോവും. ആൻസർ കിട്ടുന്നത് 0.66 ആയിരിക്കും. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് 0.66 ആണ്. ഓക്കെ, Sir, N21 equal to അല്ലേ V1/V2. നമുക്ക് ഏതെന്ന് കേട്ടോ, ഗ്ലാസ് എയർ. ഇനി പറഞ്ഞു എന്താ ചോദിച്ചേ? അല്ല അഫ്ര അല്ല, ആരാ? സഹറ. പറഞ്ഞോ. Sir, N21 equal to അല്ലേ V1/V2. ഇത് N12 ആണ്. ഞാൻ എഴുതിയത് ഇത് തിരിഞ്ഞു പോയതാട്ടോ. ഇത് ശരിക്കും ഞാൻ എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് അല്ലേ, എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. ഇപ്പൊ കറക്റ്റ് അല്ലേ? എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. അപ്പൊ ഇവിടെ 2 വരും അല്ലേ? ഇവിടെ 2 അല്ലേ വരിക? 2 1 കുഴപ്പമില്ല. ഓക്കെ, N21 ഈക്വൽ ടു V2/V1 അല്ലെ. AG ആണെങ്കിൽ VG/VA. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി തിരിച്ചാണെങ്കിൽ എങ്ങനെയാ ചെയ്യുക അനശ്വര? തിരിച്ചാണെങ്കിൽ ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആണെങ്കിൽ എത്രയായിരിക്കും? തിരിച്ച് ചെയ്യണ്ടേ? തിരിച്ച് ചെയ്യാണ്ട് തന്നെ നമുക്ക് അതിന്റെ വാല്യൂം അറിയാം. ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു കഴിഞ്ഞ എയർ ആണെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ അറിയാം. അത് നമ്മൾ 3 × 10⁻⁴ വെച്ച് ചെയ്യണോ സാർ? അല്ല, നമുക്ക് അതിന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ടല്ലോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് 1.5 പഠിച്ചു വെച്ചേക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. ഓക്കെ, അപ്പൊ തിരിച്ചാണ്. അതായത് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ അബ്സല്യൂട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആയതുകൊണ്ട് ഇവിടെ അബ്സല്യൂട്ട് എടുത്താൽ തെറ്റിപ്പോവും. ഇവിടെ എടുക്കേണ്ടത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അല്ലാണ്ട് നേരെ പോയിട്ട് എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടെ പോയി എഴുതി വെച്ചേക്കരുത്. ഇത് ചോദിച്ചിരിക്കുന്ന എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ മാത്രമാണോ ഉള്ളത്? അല്ല, ഫാത്തിമ സുബേറെ വേറൊരു ഇക്വേഷൻ കൂടി പറഞ്ഞ ഇത് ചെയ്യാനുള്ള. NAG ഈക്വൽ ടു sin I by sin R. sin I by sin R അല്ലെ. നമ്മൾ സ്നെൽസ് ലോയിൽ നിന്ന് പഠിച്ച sin I by sin R. അപ്പൊ ഇത് തന്നെയല്ലേ കിട്ടണം? നോക്കിയേ, നമ്മൾ പഠിച്ചു സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ്. കണ്ടോ, ശ്രദ്ധിച്ചോളണം. സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് കിട്ടണം. ഓക്കെ, ഇനി തിരിച്ചു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? sin R by sin I എന്ന് ചെയ്യേണ്ടി വരും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ sin I by sin R ഈക്വൽ ടു sin 10 by sin 15. അത് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.66 തന്നെയായിരിക്കും. ഓക്കെ, ഒരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിച്ചു. ഒരു ഇക്വേഷൻ കൂടി NAG ഈക്വൽ ടു, അത് ആർക്ക് പറയാം? ഇനി ഒരേ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ആർക്ക് പറയാം? മിടുക്കി. അല്ല, കൈവക്കി. അല്ല, പറഞ്ഞോ. N21 equal N1. അവിടെ തിരിക്കരുത്. N21 ഈക്വൽ ടു N2/N1. അപ്പൊ ഇവിടെ NAG ആണ്. അപ്പൊ NA/NG അല്ല, NA/NG. അപ്പൊ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിൽ ഒരു മാറ്റം വരാൻ പോണില്ല. ഈ 3 ഇക്വേഷൻ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.66 തന്നെയായിരിക്കും. ഓക്കെ, അനശ്വര പറഞ്ഞോ. സാർ, എനിക്ക് ഇക്വേഷൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാ. അതാ ഒന്ന് ഇക്വേഷൻസ് സാർ ഒന്ന് പറഞ്ഞു തരാമോ അവസാനം? ഇത് ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് മാറിപ്പോണ്ടിരിക്കാനാ 3 ഇക്വേഷൻ ഒരുമിച്ച് തന്നെ. ഇത് 3 റിലേറ്റീവിന്റെ സാർ, ഞാൻ നേരത്തെ പറഞ്ഞ ശരിയല്ലായിരുന്നു? മറ്റേ ഇത് കാണാനായിട്ട്, അബ്സല്യൂട്ടിന്റെ കാണാനായിട്ട് നമ്മൾ നേരത്തെ 1.5 ചെയ്തില്ലായിരുന്നു ഫസ്റ്റ് ഒരു ഇതില്. എയറിന്റെ വരുമ്പോ വിത്ത് റെസ്പെക്ട് എയർ ഫസ്റ്റ് ഇത് വരുമ്പോ 3 × വരുമ്പോഴല്ലേ 1.5 നമ്മളത് ചെയ്തേ. വിത്ത് റെസ്പെക്ട് ടു എയർ വരുമ്പോ 1.5. അത് തന്നെ. N equal to C/V. കേട്ടോ, അബ്സല്യൂട്ട് ആണെങ്കിൽ N equal to C/V. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടു എന്ന് വിചാരിച്ചോ. നിങ്ങൾ ഇവിടെ ചെയ്ത് കാണുവാണ്. അതായത് റിലേറ്റീവാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അബ്സല്യൂട്ട് എടുക്കാണ്ട് റിലേറ്റീവ് എന്ന് ചെയ്താൽ നിങ്ങൾ ആ ഇക്വേഷൻ കറക്റ്റ് ആവും. നിങ്ങൾ നോക്കിയേ, NGA ഈക്വൽ ടു VA/VG അല്ലേ? ഈ VAക്കല്ലേ നമ്മൾ C എന്ന് പറയുന്നത്. അപ്പൊ C/Vയിലേക്ക് തന്നെ എത്തുന്ന മനസ്സിലായോ? നിങ്ങൾ ഇവിടെ റിലേറ്റീവ് ഇട്ട് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് അബ്സല്യൂട്ട് തന്നെയാണ്. അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. നമ്മൾ ചെയ്യുന്നതെല്ലാം റിലേറ്റീവ് ആണെന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ അബ്സല്യൂട്ട് വന്നാലും നമ്മൾ ചെയ്യുന്നത് റിലേറ്റീവാ.
വിത്ത് റെസ്പെക്ട് രണ്ടാമത്തെ മീഡിയം വാക്വമാണെന്നൊരു വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ മാത്രം പഠിക്കുന്ന ആളുകൾക്കും ഇത് ചെയ്യാൻ പറ്റും അല്ലെ. ഈ 3 ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. കാരണം ഈ റിലേറ്റീവ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഗ്ലാസ് വിത്ത് റെസ്പെക്ട് എയറിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ മേളിലെ എയറാ വരിക, സിയാ വരിക. അപ്പോ സ്പീഡ് ഓഫ് ലൈറ്റിന് എയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സി വെച്ചല്ലേ പറയാ, സി തന്നെ വരിക. അപ്പൊ C/Vയിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചോളൂ അത് കേട്ടാ. അതുകൊണ്ട് ഇത് കൺഫ്യൂഷന്റെ കാര്യമില്ല. ഈ 3 ഇക്വേഷൻ മാത്രം പഠിക്കുന്ന ആൾക്കും ഇതിൽ പ്രോബ്ലങ്ങൾ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു. അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ടോപ്പിക് കൊടുക്കാം, റിഫ്രാക്ഷൻ ത്രൂ ലെൻസ്. നമ്മുടെ പാർട്ട് 1 കഴിഞ്ഞു അല്ലെ. പാർട്ട് 1 നമ്മൾ റിഫ്രാക്ഷൻ ത്രൂ സ്ലാബ് അല്ലെ, സ്ലാബ് ആണ് പഠിച്ചത് അല്ലെ. ഇതിനകത്ത് നമ്മൾ വലിയ ഹെഡിങ് തന്നെ കൊടുത്തോ, വലിയ ടോപ്പിക് ആണ് കേട്ടോ. നമ്മൾ മിറർ പഠിച്ചില്ല, അതുപോലെ തന്നെയാണ് ലെൻസ്. റിഫ്രാക്ഷൻ ത്രൂ ലെൻസ്. ആരൊക്കെ ലെൻസ് കണ്ടിട്ടുണ്ടോ കൈബുക്കാവോ? ലെൻസ് കണ്ടേക്കുന്നവരൊന്ന് കൈബുക്കാവോ? കൈ ഇങ്ങനെ പൊക്കിയാൽ മതി. എത്ര പേരുണ്ട്? എന്നാലും കാണാത്തവരുണ്ടോ? ഓ കാണാത്തവരുണ്ട്. കാണാത്തവരൊക്കെ ഇന്ന് കാണാൻ പോവാ കേട്ടോ. ഓക്കെ, അതിൽ ലെൻസ് കണ്ടിട്ടില്ല? ക്യാമറയിൽ ലെൻസ് ഇല്ല? ഫോണിലെ ക്യാമറയിലൊന്നും ലെൻസ് ഇല്ല? ഓക്കെ ഓക്കെ, ഇവിടെ നോക്കിക്കോ. നിങ്ങൾ ഇനി നിങ്ങളുടെ ആക്ടിവിറ്റി കിറ്റ് എടുക്കുക. അതിനകത്ത് കോൺകേവ് കോൺവെക്സ് ലെൻസ് എന്ന് എഴുതിയ 2 കവർ ഉണ്ട്. അതൊന്ന് എടുത്ത് എല്ലാവരും കോൺകേവ് കോൺവെക്സ് ലെൻസ് എന്ന് എഴുതിയ 2 കവർ എടുക്കാം കേട്ടോ. എടുക്കാമോ? പെട്ടെന്ന് എടുത്തിട്ടോ. അതിപ്പോ തുറക്കണമെന്നില്ല, ഞാൻ പറഞ്ഞിട്ട് തുറന്നാ മതി കേട്ടോ. ഓക്കെ, എല്ലാരും എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാരും ഒന്ന് ക്യാമറയിൽ ആ 2 ലെൻസും ഒന്ന് ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചാൽ മതി. നിങ്ങൾക്ക് ലെൻസ് എന്താന്ന് പിടി കിട്ടിയോ അറിയാൻ വേണ്ടിട്ടാ. എല്ലാരും കവർ ഇങ്ങനെ ഒന്ന് കാണിച്ചാലും മതി. ലെൻസ് എന്ന് തന്നെയല്ല കവറിൽ എഴുതിയിരിക്കുന്നത്. കൊള്ളാം. ജീലാനി പെട്ടെന്ന് പിടിച്ചത്, അവരുടെ കൈ കഴി അവരിങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. ജീലാനിനെ പ്രാകും. ജീലാനി കാരണം ഞങ്ങൾ ഇങ്ങനെ പിടിച്ചോണ്ട് പെട്ടെന്ന് വെക്കി, ക്യാമറയിൽ വെക്കി. ബോബി പറഞ്ഞോ. സാർ ഞാൻ വെയിലല്ലാത്തോണ്ട് മുത്തുകാശി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിറ്റില്ല. അയ്യോ, എങ്ങനെ വെച്ച് ഒരാഴ്ച വെയിലല്ലായിരുന്നു. അപ്പൊ അത് ഇത് എടുത്തോണ്ട് വരാൻ പറ്റില്ല ഈ കിറ്റ് നിങ്ങക്ക് പുറത്തു പോകുമ്പോ? ഞാൻ ബസ്സിലാ പോന്നെ. അപ്പൊ ബുക്കൊക്കെ ഉണ്ടായിരുന്നു സ്കൂളത്തെ. ഇതിന് എന്തോരും ബോബു എന്നെ പറഞ്ഞ ഈ സാധനം ഞാൻ ഈ പറഞ്ഞ പിറ്റേ ദിവസം പോരുന്ന് പറഞ്ഞ പോന്നെ. നമുക്ക് ക്ലാസ്സിൽ നമ്മുടെ ലേണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ഇനി പറയേണ്ട കാര്യമില്ല, എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും നിങ്ങളെ ചെയ്താണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ കാണുകയാണ്. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യാണ്ടിരുന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന അതേ മെത്തേഡിലായി പോകും. അതായത് വായിച്ചു പഠിക്കുക, അതിലേക്കായി പോകും. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ആക്ടിവിറ്റി നിങ്ങൾ ഒരു കാരണവശാലും നമുക്ക് അതിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല, നിർബന്ധമായിട്ടും കേട്ടോ. ഇനി ഒരാളുടെ കയ്യിൽ ഇതിപ്പോ ഇനി ആരെങ്കിലും ഉണ്ടോ ആക്ടിവിറ്റി കിറ്റ് ഇല്ലാത്ത ഒരാൾ? ഓക്കെ, ഫാത്തിമ ഇർഫാന ഒന്ന് കാണിച്ചേ നോക്കട്ടെ. അതൊന്ന് തിരിച്ച് ഫാത്തിമയുടെ ഇർഫാനയുടെ കയ്യിലിരിക്കുന്ന ഒന്ന് തിരിച്ച് അത് ലെൻസ് തന്നെയാണോ? ഓക്കെ. എല്ലാരും ലെൻസ് ഉണ്ടല്ലേ? നമുക്ക് ഈ ലെൻസിന്റെ പ്രത്യേകതകളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നിങ്ങൾ അതിനകത്ത് 2 എടുത്തു വെച്ചാൽ നിങ്ങൾ ഇനി കൺഫ്യൂഷൻ ആവോ തിരിച്ച് കവർ കയറ്റി വെക്കുമ്പോ? ഒരെണ്ണം എടുത്താൽ മതി, ഒരെണ്ണം ഞാൻ പറയുന്ന എടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ ആ കോൺകേവ് ലെൻസ് എടുക്കുക. കോൺകേവ്, ഡബിൾ കോൺകേവ് എന്ന് എന്തോ എഴുതിയിട്ടുണ്ടല്ലേ? എന്താ ഡബിൾ കോൺകേവ്? നമുക്ക് നോക്കാം. ഓക്കെ, ആ ഡബിൾ കോൺകേവ് എന്ന് എഴുതിയ ലെൻസ് എല്ലാരും എടുത്തു വെക്കുക കേട്ടോ. കണ്ടല്ലോ? ഓക്കെ, ഡബിൾ കോൺകേവ് ആ ലെൻസ് എടുത്തു. ഓക്കെ, ഞാനിനി നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണ്. ഓക്കെ, നിങ്ങൾ പറയണം കേട്ടോ. ആദ്യം ആരോടാ ചോദിക്കുക? അരീന. ഇത് ട്രാൻസ്പെറന്റ് ആണോ ഒപ്പേക്ക് ആണോ? മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ട്രാൻസ്പെറന്റ് ആണോ ഒപ്പേക്ക് ആണോ? ട്രാൻസ്പെറന്റ് മനസ്സിലായില്ലേ? ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കൂടെ കാണാൻ പറ്റും. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കൂടെ കാണാൻ പറ്റില്ല. ഇതെങ്ങനെ?
ട്രാൻസ്പെറന്റ്. തീർച്ചയായിട്ടും ട്രാൻസ്പെറന്റ് ആണ് അല്ലെ. ഓക്കെ, ട്രാൻസ്പെറന്റ് ആണെന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ലെൻസ് ട്രാൻസ്പെറന്റ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ളതും ട്രാൻസ്പെറന്റ് അല്ലേ? നോക്കിയേ, ഇതിന്റെ അകത്തൂടെ ഒക്കെ പിടിച്ചു നോക്കി. കയ്യിലുള്ളതും ട്രാൻസ്പെറന്റ് തന്നെയല്ലേ? എല്ലാവരും പിടിച്ചു നോക്കോ, ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ ഈ കണ്ടോ, ഈ സാധനത്തെ, ഈ പോയിന്റിന് മറക്കൂല നിങ്ങൾ. ബാക്കി കുട്ടികളൊക്കെ ചിലപ്പോൾ അറിയാണ്ട കോപ്പയൊക്കെ എഴുതി പോയാലും നിങ്ങളുടെ കയ്യിൽ ഇതിരിക്കുകയാണ്, നിങ്ങൾ തറമായി മനസ്സിൽ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ട്രാൻസ്പെറന്റ് ആണ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് ആ ഗ്ലാസ് ലാബിനെ ലെൻസ് എന്ന് വിളിക്കാറുന്നില്ലേ അല്ലെ? അൽസാബിത്ത് ഇപ്പൊ അതല്ലേ ആലോചിച്ചേ? അൽസാബിത്തെ ഇപ്പൊ അതല്ലേ ആലോചിച്ചേ അല്ലെ അൽസാബിത്തെ? ഇല്ല അല്ലെ? അത് ആലോചിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ് കേട്ടോ. അൽസാബിത്ത് ഇപ്പൊ അതാണ് ആലോചിച്ചത്. ഓക്കെ, അപ്പൊ അൽസാബിത്ത് ആലോചിച്ചത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറുന്നു? ആ ഗ്ലാസ് ലാബിനെ നമുക്ക് എന്തെന്ന് വിളിക്കായിരുന്നു? ലെൻസ് എന്ന് വിളിക്കായിരുന്നില്ലേ? അപ്പൊ ആ ഗ്ലാസ് ലാബിനില്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഇതിനുണ്ടല്ലോ അല്ലെ? ഗ്ലാസ് ലാബിനില്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഇതിനുണ്ട്. അത് നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാൻ പോവാ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ 2 കണ്ണും അടയ്ക്കുക. എന്നിട്ട് ആ ലെൻസിൽ ഇങ്ങനെ ടോപ്പിൽ നിന്ന് ബോട്ടം വരെ ഇങ്ങനെ തൊട്ട് നോക്കുക. ഓക്കെ, ഇവിടെ നിന്ന് ടോപ്പിൽ നിന്ന് ടച്ച് ചെയ്ത് ബോട്ടം വരെ ടച്ച് ചെയ്തിട്ട് എന്തെങ്കിലും പ്രത്യേകത ആ ലെൻസിന് കാണുന്നുണ്ടോ നോക്കുക. എന്തെങ്കിലും പ്രത്യേകത ആ ലെൻസിനുണ്ടോ? ഓക്കെ, നോക്ക്. ടച്ച് ചെയ്താ കണ്ണടച്ച് ഉറങ്ങിപ്പോരല്ലേ ഏട്ടാ? കണ്ടു വന്നോ, മതി. ഇത് പിന്നെ ടച്ച് ചെയ്തോണ്ടിരിക്കുന്നത് എന്തെങ്കിലും പുതിയ പ്രത്യേകതകൾ വന്നാലോ എന്ന് വിചാരിച്ചു. ഓക്കെ, കഴിഞ്ഞല്ലോ. ഓക്കെ, നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് തോന്നിയ പ്രത്യേകതകൾ ഒന്ന് കമന്റ് ചെയ്യാവോ? അത് പല പ്രത്യേകത ആയിരിക്കും ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും. എല്ലാവർക്കും ഒരു ലാംഗ്വേജിൽ, എല്ലാവർക്കും ഒരേ രീതിക്ക് ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? അതെനിക്ക് വേണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവരും കമന്റ് ചെയ്തോ. എന്ത് പ്രത്യേകതയാണ് ലെൻസിന് നിങ്ങൾക്ക് തൊട്ടപ്പോ ടച്ച് ചെയ്തപ്പോ തോന്നിയത്? ഓക്കെ, സെന്റർ പോർഷനിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? കേർവ്ഡ് ആണ്. വെരി ഗുഡ്. ഇനി ആ കേർവ്ഡ് എന്നുള്ള എനിക്ക് വേണ്ട ഇനി കേട്ടോ. കേർവ്ഡ് എനിക്ക് കിട്ടി. ഓക്കെ, സെന്റർ പോർഷനിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എഡ്ജിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കാം. സെന്ററിൽ തൊടുക, എഡ്ജിൽ തൊടുക കേട്ടോ. സെന്ററില്, എഡ്ജിൽ കേട്ടോ. സെന്ററിലും എഡ്ജിലും ഒന്ന് തൊട്ട് നോക്കുക. എഡ്ജ് തിക്കാണ്. അനശ്വര പറയുന്നുണ്ട് എഡ്ജ് തിക്കാണെന്ന്. ഓക്കെ, കേർവ്ഡ് എനിക്ക് കിട്ടി അൽസാബിത്തമാണ്. കേർവ്ഡ് കിട്ടി, കുഴപ്പമില്ല. എനിക്ക് സെന്റർ പോർഷനിലെ എഡ്ജിലെയും പ്രത്യേകത പറഞ്ഞാൽ മതി. സെന്റർ പോർഷനിൽ എഡ്ജിൽ തിക്കാന്ന് ഇപ്പൊ അനശ്വര പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എഡ്ജ് തിക്കാണ്. സെന്ററിൽ എങ്ങനെയാന്ന് നോക്കി. ഹനാ ഫാത്തിമ മിടുക്കി. സെന്ററിൽ തിന്നാണെന്നല്ലേ? ഓക്കെ, എല്ലാവർക്കും ഫീൽ ചെയ്തോ? എല്ലാരും ഇനി മതി, കുഴപ്പമില്ല. എല്ലാവർക്കും അത് ഫീൽ ചെയ്തില്ലേ? സെന്ററിൽ തിന്നാണ് അല്ലെ? ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വിരലോടിച്ച് നോക്കിയതേ, ഇവിടെ തിക്കാണ് അല്ലെ? ഇവിടെ തിക്കാണ്. സെന്ററിലേക്ക് വന്നപ്പോ നോക്കിയേ, കണ്ടോ? തിന്നാണ്. ഓക്കെ, അപ്പൊ ഇനി കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത ഇനി മറക്കരുത്. എന്താണ് കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത? സെന്റർ പോർഷൻ തിന്നായിരിക്കും, എഡ്ജില് തിക്കായിരിക്കും. ഓക്കെ, സെന്റർ പോർഷൻ തിക്കായിരിക്കും, സെന്റർ പോർഷൻ തിന്നായിരിക്കും, എഡ്ജില് തിക്കായിരിക്കും. ഓക്കെ, ഇനി നിങ്ങളെ ഒന്ന് നോക്കിയേ വെറുതെ കേട്ടോ. ഇപ്പൊ നമ്മൾ ഇമേജ് ഫോർമേഷൻ ഒന്നും പഠിക്കുന്നില്ല, ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കിയേക്ക് കേട്ടോ. എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി. ദൂരെ പിടിച്ചു നോക്കുക, അടുത്ത് പിടിച്ചു നോക്കുക. ദൂരെ പിടിച്ചു നോക്കുക, അടുത്ത് നോക്കുക. ഓക്കെ, നിങ്ങളുടെ ബുക്കിലെ ലെറ്റേഴ്സിലൊക്കെ നോക്കിക്കോ. ദൂരെ പിടിച്ചു നോക്കുക, അടുത്ത് പിടിക്കുക കേട്ടോ. ഓക്കെ, പറഞ്ഞോ. ആർക്ക് പറയാം? അബിയ പറഞ്ഞോ. എന്താ പ്രത്യേകത തോന്നുന്നേ? ചെറുതായിട്ടാണ് കാണുന്നുള്ളൂ. ഓക്കെ, ആ ലെറ്റേഴ്സ് ഏത് വലിപ്പത്തിലാണോ അതിലും ചെറുതായിട്ടാണ് ലെൻസിനകത്തുകൂടി കാണുന്നുള്ളൂ അല്ലെ? ഏത് ലെൻസില്? കോൺകേവ് ലെൻസില്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണോ? കോൺകേവ് ലെൻസില് നമ്മള് അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ? അതിന്റെ തിക്നെസിന്റെ കാര്യം പറഞ്ഞു, അത് ട്രാൻസ്പെറന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിന് 2 സ്പെരിക്കൽ സർഫസ് ഉണ്ട്, 2 കർവ്ഡ് സർഫസ്. ഒന്ന് അവിടെയുണ്ട്, ഒന്ന് ഇപ്പറയുണ്ട്. ഓക്കെ, മിററിന്റെ കേസിൽ നമ്മൾ ഒരൊറ്റ കർവ്ഡ് സർഫസ് ഉള്ളായിരുന്നു അല്ലെ? പക്ഷെ ഇതിൽ എന്തുണ്ട്? 2 സൈഡിലും കർവ്ഡ് സർഫസ് ഉണ്ട്. ഇടയ്ക്ക് ആരോ കർവ്ഡ് എന്ന് പറഞ്ഞു, റൈറ്റ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ആ കോൺകേവ് ഇനി എടുത്തു വെച്ചു. കോൺകേവ് കേട്ടോ, കോൺകേവ്. ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് കോൺവെക്സ് ആണ്. കോൺവെക്സ് എടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു നോക്കുക. ആദ്യം എന്ത് ചെയ്യുക? സെന്ററിൽ തൊടുക, എന്നിട്ട്
എഡ്ജിലേക്ക് എത്തിക്കുക കേട്ടോ. സെന്ററിൽ തൊട്ടിട്ട് എഡ്ജിലേക്ക് എത്തുമ്പോ ആ തിക്നെസ്സിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നോക്കുക. മാറ്റമുണ്ട്. അഫ്ര പറഞ്ഞോ അഫ്ര, എന്താണ് മാറ്റം കാണുന്നത്? എഡ്ജ് തിന്നും സെന്റർ തിക്കുമാണ്. എഡ്ജ് തിന്നും സെന്റർ തിക്കുമാണ്. ഇപ്പൊ എന്നെ എങ്ങനെയുണ്ട് കാണാൻ? ഇതിനകത്ത് വലുതായിട്ടാ കാണുന്നത്. വലുതായിട്ടാണ് കാണുന്നത്. ഓക്കെ, വലുതായിട്ടാണല്ലേ കാണുന്നത്. ഇത് ഏതാ ലെൻസ്? കോൺവെക്സ്. ഇനി എനിക്കൊരു ചെറിയൊരു സംശയം, നിങ്ങൾ എല്ലാരും കോൺവെക്സ് ആണോ എടുത്തേക്കണേ? അല്ലെ? എന്നാലും ചില ബുദ്ധിമാന്മാരുണ്ടാവും ഇപ്പോഴും കോൺകേവ് എടുത്ത്. അതിനുവേണ്ടി ഞാനൊരു കാര്യം ചെയ്യാൻ പോകും. നിങ്ങൾ എല്ലാവരും മുഖത്തിന്റെ നേരെ ഇങ്ങനെ പിടിച്ചേ. എല്ലാരും മുഖത്തിന്റെ നേരെ പിടിച്ച് നോക്കട്ടെ. അലൈനൊക്കെ കോൺകേവ് അല്ല കോൺവെക്സ് ആണ്, കുഴപ്പമില്ല. ഇനിയോ അഫ്നാനൊക്കെ കോൺവെക്സ് ആണ്. ഓക്കെ, എല്ലാരും കോൺവെക്സ് ആണോ? ഓക്കെ. നിങ്ങൾ എല്ലാവരുടെയും നല്ല സൂം ആയിട്ട് അല്ലെ, മുഖമൊക്കെ സൂം ആയിട്ട് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇപ്പൊ എല്ലാരും മാറ്റുമോ പേടിച്ചിട്ട്? ഓക്കെ, കുഴപ്പമില്ല, വെച്ചോ കുഴപ്പമില്ല. ഓക്കെ, എല്ലാരും അതല്ലേ. ആദിലൊന്ന് കാണിച്ച മോനെ. അതിൽ നിന്ന് കാണുന്നില്ല. ആദിലിന്റെ കാണട്ടെ. അതെ, ഓക്കെ. അപ്പൊ കോൺവെക്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എങ്ങനെയായിരിക്കും? ഇതിന്റെ പ്രത്യേകത പറഞ്ഞല്ലോ. ഇതിന്റെ എഡ്ജിലും സെന്ററിലും ഒന്ന് തൊട്ട് നോക്കി. എന്താ പ്രത്യേകത കാണുന്നത്? എഡ്ജിലും സെന്ററിലും ഒരാള് പറഞ്ഞോ, എഡ്ജിലും സെന്ററിലും എന്ത് പ്രത്യേകതയാണ് കാണുന്നത്? ടച്ച് ആൻഡ് ഫീൽ, കണ്ണടച്ച് നോക്കാം, അപ്പൊ മനസ്സിലാവും. പറഞ്ഞോളൂ, ഒരാള് പറഞ്ഞോ. എഡ്ജ് തിന്നാണ്. ഇവിടെ എഡ്ജ് തിന്നാണ് അല്ലെ. നോക്കി പിള്ളേരെ, ഇതേ നോക്കി, എഡ്ജ് തിന്നാണ്. പക്ഷെ സെന്ററിലേക്ക് വരുമ്പോ കണ്ടോ അത് തിക്കായി. കണ്ടോ, ഇവിടുന്ന് തിക്കാണ്, പക്ഷെ എഡ്ജിലേക്ക് വരുമ്പോ അത് തിന്നായി. ഓക്കെ, ഇങ്ങനെയുള്ള ലെൻസിന് നമ്മൾക്ക് എന്തെന്ന് പറയാം? കോൺവെക്സ്. ഓക്കെ, ആദ്യം നമ്മൾ കണ്ടതാണ് കോൺകേവ്. കോൺവെക്സിന് വേറൊരു പ്രത്യേകത നമ്മൾ കണ്ടു അല്ലെ, നമ്മളെ വലുതായിട്ട് കാണുന്നതാ ഇതുപോലെ. ഓക്കെ, ഇതെന്റെ മീശും താടിയൊക്കെ കാണുന്നില്ലേ നോക്കി, കണ്ടോ? ഓക്കെ, അപ്പോ വലുതായിട്ട് കാണും. കോൺവെക്സിലാണെങ്കിൽ നമ്മൾ വലുതായിട്ട് കാണും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിന്റെ നിങ്ങളൊന്ന് ഇപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി. കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നൊന്നും പറയണ്ട. നിങ്ങൾ ജസ്റ്റ് ലെൻസിന്റെ ആപ്ലിക്കേഷൻ എവിടേക്കാന്നൊക്കെ ഒന്ന് പറയാമോ? ആരെങ്കിലും ഒരാളൊന്ന് വോയിസ് ഓൺ ചെയ്തൊരു ആപ്ലിക്കേഷൻ പറഞ്ഞു. എവിടെയാണ്? മാഗ്നിഫൈങ് ഗ്ലാസ്. മിടുക്കൻ അല്ലെ. നമ്മളാ നോക്കിയത് മനസ്സിലായി. ഇത് മാഗ്നിഫൈങ് ഗ്ലാസ് അല്ലെ. എവിടെയൊക്കെയാ മാഗ്നിഫൈങ് ഗ്ലാസ് കണ്ടിട്ടുള്ളേ? മാഗ്നിഫൈങ് ഗ്ലാസ് ഷെർലക് ഹോംസിന്റെ കയ്യിലിരിക്കുന്നുണ്ടല്ലേ. പിന്നെ ആരുടെ എല്ലാം കയ്യിലിരിക്കുന്നുണ്ട്? വാച്ചെടുക്കാരന്റെ കയ്യിലിരിക്കുന്നുണ്ട് അല്ലെ, കൈനോട്ടക്കാരന്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഇവർക്കൊന്നും പാവങ്ങൾക്ക് ഇവരുടെ പ്രത്യേകത അറിയില്ല. നമുക്ക് ഇതെല്ലാം പഠിച്ചു അല്ലെ. ഓക്കെ, എന്താണ്? ഇതൊരു മാഗ്നിഫൈങ് ഗ്ലാസ് ആണ്. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ഇനിയിപ്പോ കൈനോട്ടക്കാരന്റെ അടുത്ത് ചെന്ന് പറയാം, ദിസ് ഇസ് എ കോൺവെക്സ് ലെൻസ്. വെൻ യു സീ ദ എഡ്ജസ് വിൽ ബി തിൻ ആൻഡ് ദ സെന്റർ പോർഷൻ വിൽ ബി തിക്ക്. സുഖമില്ലാന്ന് പറയൂ അല്ലെ, ഇങ്ങനെയൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ എഡ്ജസ് എന്നായിരിക്കും? തിക്കായിരിക്കും അല്ല, എഡ്ജസ് തിന്നായിരിക്കും, സെന്റർ പോർഷൻ എന്തായിരിക്കും? തിക്കായിരിക്കും. ഇതാണ് കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത. കോൺവെക്സ് ലെൻസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ അല്ല, നമുക്ക് ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെ. ഇങ്ങനെ നമുക്ക് നോക്കി പോയി കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റും ഇങ്ങനെ വലുതായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? കോൺവെക്സ്. ഓക്കെ, ഇതിനി വേറൊരു കാര്യം നോക്കി നിങ്ങൾ. ഇത് ദൂരെ പിടിച്ച എങ്ങനെയാ കാണുന്നത്? ഇത് ദൂരെ പിടിച്ച് അതുപോലെ കാണാൻ പറ്റുമോ? ദൂരെ പിടിച്ചിട്ട് നോക്കി വലുതായിട്ട് കാണാൻ പറ്റുമോ? കിട്ടണ്ട അഫ്ര? ദൂരെ പിടിക്കുമ്പോ ഇല്ല, ബ്ലറാണ്. അത് ഏതോ ഒരു പോയിന്റിന്റെ അവിടെ വരുമ്പോഴാണ് അത് വലുതായിട്ട് കാണുന്നത്. ആ പോയിന്റ് എവിടെ ആയിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റും? മിറർ പഠിച്ചേക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഏതോ ഒരു പോയിന്റ് എഫിന്റെയും പിയുടെ ഇടയ്ക്കെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതുപോലെ ലെൻസിനും ഉണ്ട്. ലെൻസിനും അതേ കേസുകളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഏതോ ഒരു പോയിന്റിൽ വെച്ച് നല്ല വലിയ ഇമേജ് നമുക്ക് കിട്ടും. അതൊക്കെ നമ്മൾ പഠിക്കും. ഇമേജ് ഫോർമേഷൻ പഠിക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അവിടെ കാണുന്നുണ്ട്. പിന്നെ ഒരു ലെൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ പഠിക്കാണ്ടിരിക്കുമ്പോൾ വീട്ടുകാർ വന്ന് രണ്ട് തല്ലൊക്കെ തന്നു കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണീര് നേരെ ആ ബുക്കിലെ ലെറ്റേഴ്സിലേക്ക് അങ്ങ് വീഴും. അപ്പൊ എന്ത് ചെയ്യും? ആ ലെറ്റേഴ്സ് മാഗ്നിഫൈഡ് ആയിട്ട് മാറും അല്ലെ. ആ ലെറ്റേഴ്സ് നമ്മൾ വലുതായിട്ട് കാണും. അതും ഒരു ലെൻസാണ്. ആ വാട്ടർ ഡ്രോപ്ലെറ്റ് എന്തായിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ്? അതൊരു ലെൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, പിന്നെയും കാണാൻ പറ്റും. നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്തിട്ട് അതിനകത്തേക്ക് നാരങ്ങ വല്ലതും ഇട്ട് കഴിഞ്ഞാൽ അത് വലുതായിട്ട് കാണാൻ പറ്റും. ആ നാരങ്ങ, അതും ലെൻസിന്റെ ആപ്ലിക്കേഷൻ. ഇങ്ങനെ ലെൻസിന് ഒരുപാട്. പിന്നെ ക്യാമറയിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ പീപ്പ് ഹോൾ കേട്ടിട്ടുണ്ടോ? പീപ്പ് ഹോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പേര് പരിചയപ്പെടാൻ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ സിനിമയിൽ ചിലപ്പോൾ സ്ത്രീകൾ മാത്രം ഉണ്ടായിരിക്കുള്ളൂ ഒരു വീട്ടിൽ കേട്ടോ. അപ്പൊ കുറെ റൗഡികള് അത് വരുവാണ് വീട്ടിലേക്ക് വന്നവർ പുറത്ത് തോക്കും വടിവാളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പൊ അതിന്റെ ഡോറിന്റെ ഉള്ളിൽ കൂടെ ഒരു കുഞ്ഞി ഹോളിൽ കൂടെ ഏതെങ്കിലും ഒരു സ്ത്രീ നോക്കിയിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് കാണിക്കാറില്ലേ? ആ നോക്കുന്ന ഒരു ലെൻസ് ഉണ്ടല്ലോ, ആ നോക്കുന്ന ആ കുഞ്ഞ് ലെൻസ്, അതും കോൺകേവ് ലെൻസ് ആണ്. അത് കോൺകേവ് അല്ല, അത് കോൺവെക്സ് ആണ്. അവിടെ കോൺകേവ് തന്നെ ഒന്നോടെ പേടിച്ചു പോകും. അല്ല, അവിടെ കോൺവെക്സ് കണ്ടു കഴിഞ്ഞാൽ ഒന്നോടെ പേടിച്ചു പോകില്ലേ? മാഗ്നിഫൈഡ് ആയിട്ട് ആളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന കോൺകേവ് ലെൻസ് ആണ്. ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ, നമുക്ക് ആപ്ലിക്കേഷൻ ഒക്കെ ലാസ്റ്റത്തേക്ക് വയ്ക്കാം. ഇമേജ് ഫോർമേഷൻ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. നമുക്കിപ്പോ ജസ്റ്റ് അതിന്റെ പ്രത്യേകത മാത്രം അറിഞ്ഞാൽ മതി. തിക്കാണോ തിന്നാണോ? ഓക്കെ, ഇനി അത് എടുത്തു വെച്ചാൽ നമുക്കിപ്പോ ആവശ്യമുണ്ട് കേട്ടോ. ഫോക്കസ് കണ്ടുപിടിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്, അതിലേക്ക് വരാം. ഓക്കെ, ഒക്കെ എടുത്തു വെച്ചെങ്കിൽ നമുക്ക് ഇനി ലെൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെക്കാം കേട്ടോ. എല്ലാവരും നോട്ട് എടുത്തേ. ഓക്കെ, ലെൻസിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ല, അതൊക്കെ എഴുതിക്കോ. ആദ്യം തന്നെ ലെൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. ലെൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക. അപ്പൊ ലെൻസിന്റെ ഫസ്റ്റ് തന്നെ എഴുതുക, ലെൻസ് ഒരു ഇറ്റ് ഈസ് എ ട്രാൻസ്പെറന്റ് മീഡിയം വിത്ത് ഒരു, അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ പറയാം. ഇറ്റ് ഈസ് എ ട്രാൻസ്പെറന്റ് മീഡിയം, ഇറ്റ് ഈസ് എ transparent medium with dash okay. Lens is a രണ്ട് ഓപ്ഷൻ ഉണ്ട്. ലെൻസ് ഒരു ട്രാൻസ്പെറന്റ് മീഡിയം ആണ്, അതിന്റെ രണ്ട് സൈഡും കർവ്ഡ് ആവണം, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കർവ്ഡ് ആയാൽ മതി. ഓപ്ഷൻ കേട്ടോ? ലെൻസിന്റെ കർവ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ലെൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു സ്ലാബിനെ ലെൻസ് എന്ന് വിളിക്കാത്ത അതുകൊണ്ടാ. ഒരു സർഫസ് കേർവ്ഡ് ആയാൽ മതിയോ അതോ രണ്ട് സർഫസും കേർവ്ഡ് ആവണോ? അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. എന്റെ ക്വസ്റ്റ്യൻ കേട്ടല്ലോ, ഒരു സർഫസ് കേർവ്ഡ് ആയാൽ മതിയോ രണ്ട് സർഫസ് കേർവ്ഡ് ആയാൽ മതിയോ? ഓക്കെ, ഇനി ഒരു സർഫസ് കേർവ്ഡ് ആയാൽ മതി എന്നുള്ളൊരു കൈവയ്ക്ക്. ഒരു സർഫസ് മാത്രം കേർവ്ഡ് ആയാൽ മതി എന്ന് ആരും കൈവെക്കുന്നില്ല, എന്നാൽ അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കാരണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലെൻസ് സ്പെരിക്കൽ ലെൻസ് ആണ്, അതിന്റെ രണ്ട് സൈഡ് കേർവ്ഡ് ആണ്. ലെൻസ് എന്ന് വിളിക്കണമെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു സർഫസ് കേർവ്ഡ് ആയാൽ മതി. അങ്ങനെയുള്ള ലെൻസിന് ആപ്ലിക്കേഷൻ കുറവായതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുന്നില്ല എന്നുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ലെൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ പഠിക്കുന്ന ഇപ്പൊ കോൺകേവും കോൺവെക്സും രണ്ട് സർഫസ് കേർവ്ഡ് ആണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന് അപ്പുറത്തേക്കുള്ള ഒരു കാര്യമാണ്. ഒരു സൈഡ് കേർവ്ഡ് ആയാലും നമുക്ക് അതിനെ ലെൻസ് എന്ന് വിളിക്കാം. ഓക്കെ, വിത്ത് അറ്റ്ലീസ്റ്റ് വൺ സർഫസ് കേർവ്ഡ് എന്ന് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ലെൻസ് ഇസ് എ ട്രാൻസ്പെറന്റ് മീഡിയം വിത്ത് അറ്റ്ലീസ്റ്റ് വൺ സർഫസ് കേർവ്ഡ്. ഒരു സർഫസ് കേർവ്ഡ് ആയാൽ മതി. വൺ സർഫസ് curved. Okay, for example, ഇവിടെ നോക്കി, ഇതൊരു ലെൻസ് ആണ്. ഇതിനെ പറയുന്ന പേര് പ്ലാനോ കോൺകേവ് ലെൻസ് എന്നാണ്. പ്ലാനോ കോൺകേവ്, ഒരു സൈഡ് പ്ലെയിൻ ആയിരിക്കും, മറ്റേ സൈഡ് കർവ്ഡ് ആയിരിക്കും. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു ലെൻസ് ഉണ്ട്, ഇതൊന്നും എഴുതണമെന്നില്ല. ഇതിന് പറയുന്ന പേര് പ്ലാനോ കോൺകേവ് എന്നാണ്. ഓക്കെ, ഇതുപോലെ തന്നെ വേറെയുണ്ട്, കോൺകേവ് ലെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ലെൻസുകൾ ഉണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ഈ രണ്ട് സ്പെരിക്കൽ ലെൻസുകളെ കുറിച്ചാണ്. ഈ രണ്ട് ലെൻസ്. ഓക്കെ, ഈ ലെൻസിനെ വിളിക്കുന്ന പേരെന്താ? നിങ്ങൾ നോക്കി, നിങ്ങൾ തന്നെ എഡ്ജ് പോർഷൻ തിന്നാണ്, സെന്റർ തിക്കാണ്. കോൺകേവ് എന്നാണോ കോൺവെക്സ് ആണോ? കോൺകേവ് എന്നുള്ളവരെന്ന് കൈവക്കി. ഈ ലെൻസിനെ കോൺകേവ് എന്ന് വിളിക്കണം എന്നുള്ളവരെന്ന് കൈവക്കി. അൻഷിതിനെ വിളിക്കാം. അൻഷി വിളിച്ച അൻഷിന്റെ മാർക്ക് പോകും കേട്ടോ, കാരണം ഇത് കോൺവെക്സ് ആണ്. എടാ ഇവിടെ നോക്കിയാൽ മതി, സെന്ററിൽ നോക്കിയാൽ മതി. തിക്കാണ് ഈ വെക്സ്, പുറത്തേക്ക്. ഇങ്ങനെ തിന്നാണെങ്കിൽ നമ്മൾ എന്താ പറയാ? കേർവ്ഡ് ആണ്, അകത്തേക്കല്ലേ. കോൺകേവ്, കേവ്, ഗുഹ, കേവ് കേട്ടോ. കോൺകേവും എക്സ് പുറത്തേക്ക് കേട്ടോ. അപ്പൊ ഇതാണ് കോൺവെക്സ്. നമുക്കിത് തൽക്കാലം ഇതിന്റെ പേരൊക്കെ എഴുതണമെങ്കിൽ ഇത് എഴുതി വെച്ചോ, നിർബന്ധമല്ല, വേണമെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. ഇങ്ങനെയൊക്കെ പല ടൈപ്പ് ലെൻസ് ഉണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് വൺ സർഫസ് എന്തായാൽ മതി? കേർവ്ഡ് ആയാൽ മതി. ഓക്കെ, അതുപോലെ പ്ലാനോ കോൺവെക്സ് ഉണ്ട്. അതൊക്കെ എഴുതിയല്ലോ അല്ലെ. പ്ലാനോ കോൺവെക്സ്, പ്ലാനോ കോൺകേവ്. ഓക്കെ, കോൺകേവോ കോൺവെക്സ്, ഇത് കോൺവെക്സ്, ഇത് ബൈ കോൺവെക്സ്. ഇനി ബൈ കോൺവെക്സ് നമ്മൾ നേരത്തെ കവറിൽ കണ്ടതിന്റെ കാരണം ഇതാണ്. ഇതിന് രണ്ട് കർവ്ഡ് സർഫസ് ഉണ്ടല്ലോ, ബൈ കോൺവെക്സ്, ഇത് ബൈ കോൺകേവ്. കണ്ട, രണ്ട് കോൺവെക്സ് മിറർ കൂട്ടി വെക്കുന്നല്ലേ, ഒന്ന് അപ്പുറം ഇപ്പുറം രണ്ട് കോൺവെക്സ് മിറർ വെക്കുന്ന പോലെ അല്ലേ ഇരിക്കുന്നത്, അതാണ് ബൈ കോൺവെക്സ്. ഇപ്പുറത്തോ അപ്പുറം ഇപ്പുറം രണ്ട് കോൺകേവ് വെക്കുന്ന പോലെയാണ് ബൈ കോൺകേവ്. ഓക്കെ, നമുക്ക് ലെൻസ് അല്ല, നമുക്ക് പഠിക്കാനുള്ള സ്പെരിക്കൽ ലെൻസിനെ കുറിച്ച്, അതായത് ഈ ലാസ്റ്റ് രണ്ട് കേസ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, സ്പെരിക്കൽ ലെൻസ്. അപ്പൊ ഒരു ഹെഡിങ് കൊടുക്കുക, സ്പെരിക്കൽ ലെൻസ്. ഈ ഫിഗർ വരയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ? വേണോ? വേണ്ടല്ലോ. ഉണ്ടെങ്കിൽ കൈപ്പൊക്കി ആരെങ്കിലും വരയ്ക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, സ്പെരിക്കൽ ലെൻസ്.
അപ്പൊ ഇത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ എവിടെയെങ്കിലും ഇനി ചെന്ന് കേൾക്കുമ്പോൾ ലെൻസ് 2 ടൈപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറയരുത് കേട്ടാ. ഓക്കെ, അപ്പൊ ഏത് പൊട്ടനാ നിങ്ങളെ ഫിസിക്സ് പഠിപ്പിച്ചെന്ന് ചോദിക്കും. ലെൻസ് 2 ഒന്നും അല്ല, അത് ഫുള്ളൊന്നും പറയും. അപ്പൊ ഞാൻ വെറുതെ കേൾക്കണ്ടല്ലോ അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ലെൻസ് ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൂടുതലുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന 2 ലെൻസ് ആണ് കോൺകേവ് മെയിൻലി എന്ന് പറയാം. മെയിൻലി ഓഫ് 2 ടൈപ്സ്. 2 ടൈപ്പ് ആണ്, ഒന്ന് കോൺകേവും മറ്റേത് കോൺവെക്സും കേട്ടോ. അപ്പൊ സ്പെരിക്കൽ ലെൻസ് എന്താണെന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതി നോട്ട് ചെയ്തോ. ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ബൗണ്ടഡ് ബൈ 2 കർവ്ഡ് സർഫസ്, 2 കർവ്ഡ് സർഫസ്, അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് മീഡിയം ഹാവിംഗ് 2 സ്പെരിക്കൽ സർഫസ്, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ട്രാൻസ്പെറന്റ് മീഡിയം ഹാവിംഗ് 2 സ്പെരിക്കൽ സർഫസ്. ഇതിന് 2 കർവ്ഡ് വേണം, എന്നാലേ നമുക്ക് അതിനെ സ്പെരിക്കൽ ലെൻസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ട്രാൻസ്പെറന്റ് മീഡിയം ഹാവിംഗ് 2 സ്പെരിക്കൽ സർഫസ്. ട്രാൻസ്പെറന്റ് മീഡിയം ഹാവിംഗ് 2 സ്പെരിക്കൽ സർഫസ്. ഓക്കെ, 2 സ്പെരിക്കൽ സർഫസ് ഉള്ള ട്രാൻസ്പെറന്റ് മീഡിയത്തിനെയാണ് നമ്മൾ ലെൻസ് എന്ന് പറയുന്നത്. അതിന്റെ 2 ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വരുന്നതാണ് കോൺവെക്സ് പഠിച്ചിട്ട് കോൺകേവ് പഠിക്കുക. എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ എന്തുകൊണ്ടാണ് കോൺവെക്സ് ലെൻസ് ആദ്യം പഠിക്കുന്നതെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ കോൺകേവ് അല്ലേ പഠിച്ചല്ലേ? കോൺകേവ് ആ ഓർഡറിൽ തന്നെ പഠിക്കുവാണെങ്കിൽ ഇതെന്താ ഇങ്ങനെ തിരിച്ചു പഠിപ്പിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. കോൺവെക്സ് ലെൻസ്. ഓക്കെ, അല്ലെങ്കിൽ 2 ഒരുമിച്ച് എഴുതിക്കോ. ഇപ്പുറത്ത് കോൺകേവ് എഴുതിക്കോ കേട്ടോ. കോൺകേവ്, രണ്ടും അപ്പുറം ഇപ്പുറം കിടന്നോട്ടെ. കോൺകേവ് ലെൻസ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോട്ടോ, ഇവിടെ ശ്രദ്ധിച്ചോ. ലെൻസ് ഉണ്ടാക്കുന്നത് 2 സ്പിയറുകളുടെ ഭാഗമാണ്. ഓക്കെ, മിറർ എത്ര സ്പിയറിന്റെ ഭാഗമായിരുന്നു റുക്സാന? മിറർ എത്ര സ്പിയറിന്റെ ഭാഗമായിരുന്നു? 1. ലെൻസ് ഉണ്ടാക്കുന്ന 2 സ്പിയർ ആണ്. അതെങ്ങനെ വരുമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നോക്കിക്കോട്ടോ, 2 സ്പിയറിന്റെ ഭാഗം എന്ന് വെച്ച് 2 സ്പിയർ ഇങ്ങനെ വെച്ചിട്ടല്ല ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞുതരാം. അതൊരു കോമഡി ഉണ്ട്, ഞാൻ പറഞ്ഞു കേട്ടോ. ഇതാ ഇതിങ്ങനെ വന്നിട്ട് 2 സ്പിയർ ആണ്. കണ്ട. ഓക്കെ, ഇത് ഇമാജിനറി ആണ്. കണ്ടോ, ഇത് ഇമാജിനറി പോർഷൻ ആണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഡോട്ടഡ്. ശരിക്കും നിങ്ങൾ ലെൻസ് വരയ്ക്കുമ്പോൾ ഇത് വരയ്ക്കണമെന്നില്ല കേട്ടോ. ലെൻസിൽ നിങ്ങൾ ഇത് കാണിക്കണ്ട. നമ്മൾ മിറർ വരച്ചപ്പോൾ ഇതുപോലെ ഒരു സർക്കിൾ വരച്ചു. അത് ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന സെന്റർ ഓഫ് കർവേച്ചർ ഒക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. ലെൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ഈ ഡോട്ടഡ് ഇല്ലാണ്ട് വരച്ചാലും മതി. ഓക്കെ, ഇതാണ് കോൺകേവ് ലെൻസ്. ഇനി കോൺവെക്സ് വരുമ്പോ എങ്ങനെയാണെന്നറിയോ? ഇതാ നോക്കിക്കോ, അതും 2 ഇമാജിനറി സ്പിയറിന്റെ ഭാഗമാണ്. ഇതാ ഇതുപോലെ. ഓക്കെ, അപ്പൊ ഇത് പഠിപ്പിക്കുമ്പോ ഞാൻ പറയാം, ചില കുട്ടികൾക്കുള്ള സംശയമാണ്. അത് ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും പല രീതിക്കാണ് കുട്ടികളിലേക്ക് എത്തുക. അപ്പൊ ചില പിള്ളേർക്ക് സംശയം തോന്നുന്നു, ഇതെന്താ സാറേ 2 സ്പിയർ അപ്പുറം ഇപ്പുറം വെച്ചിട്ട് പിന്നെ ഇത് എവിടെ നിന്ന് വന്നു? അല്ലെ, 2 സ്പിയർ അപ്പുറം ഇപ്പുറം വെച്ചിട്ട് ഇത് എവിടെ നിന്ന് വന്നു? കൺഫ്യൂഷൻ അത് അല്ലെ? ശരിക്കും നിങ്ങൾ ആ ഗ്ലാസ് ലാബ് എടുത്തത് ഇങ്ങനെ മുറിച്ചാൽ മതി. ഇത് ഇങ്ങനെ മുറിച്ചാൽ അത് സ്പിയർ ആണ്, അത് ലെൻസ് ആണ്. ഇത് ഇമാജിനറി ആണ്. അല്ലാണ്ട് 2 സ്പിയർ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് ഇതിന്റെ അപ്പുറം താഴെ 2 പിടിപ്പിച്ചു എന്നല്ല അതിന്റെ മീനിങ് കേട്ടാ. ഓക്കെ, ഞാൻ നേരത്തെ ആ റിഫ്രാക്ഷന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. റിഫ്രാക്ഷൻ ഞാൻ മുകളിൽ നിന്ന് ഇതെറിയുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് ഒരു സാറേ അങ്ങനെയാണ് ചൂണ്ടിട്ട പോലെ മീനെ പെട്ടെന്ന് കണ്ട. അവന്റെ ലക്ഷ്യം മീനെ പിടിക്കലാണ്, റിഫ്രാക്ഷൻ അല്ല. ഓക്കെ, അപ്പൊ പല രീതിക്കാണ് കുട്ടികളിലേക്ക് എത്തുക. ഓക്കെ, അപ്പൊ അതുപോലെ ഇവിടെ ദാ ഈ 2 സ്പിയർ ഇങ്ങനെ വെച്ചിട്ട് ഇത് തമ്മിൽ യോജിപ്പിക്കുന്ന അല്ല, അങ്ങനെ മനസ്സിലാക്കരുത് കേട്ടോ. ഇത് ഇമാജിനറി ആണ്. ഇത് ശരിക്കും ഇല്ല ഇവിടെ. ഇത് ശരിക്കും ഇവിടെ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്തോ, ഗ്ലാസ് ലാബ് ഇതുപോലെ മുറിച്ചോ. ഇതുപോലെ മുറിച്ചു കഴിഞ്ഞാൽ അത് ലെൻസ് ആണ്. ഓക്കെ, സംഭവം കിട്ടിയാ? ഓക്കെ, ഇനി അടുത്തത് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ശ്രദ്ധിച്ചല്ലോ എല്ലാവരും. ഇതിനിപ്പോ 2 സ്പിയർ ഉണ്ട് അല്ലെ? എത്ര സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും എൽദോസെ? എത്ര സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും? 1. അപ്പൊ മറ്റേ സ്പിയർ എന്തിനാ പള്ളകളയാണ്? 2 സ്പിയറിനോട് ഒരു സെന്റർ ഓഫ് കർവേച്ചറോ? 2 സ്പിയറിനോട് ഒരു സെന്റർ ഉള്ളോ? അപ്പൊ 2 വരുമ്പോഴോ? 2 വരും. ഓക്കെ, 2 സെന്റർ ഓഫ് കർവേച്ചർ വരും. ഇവിടെ ഒരു സെന്റർ ഓഫ് കർവേച്ചർ വരും,
ഇവിടെ ഒരു സെന്റർ ഓഫ് കർവേച്ചർ വരും. ഞാൻ C1 C2 എന്ന് വിളിച്ചോട്ടെ, കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ. C1 C2 ദാ ഇവിടെ C1 C2. ഇനി എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആരോടെ ചോദിക്കുക? മുഹമ്മദ് അൻഷിദേ. ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിട്ട് ആൻസർ ചെയ്യേണ്ട, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുള്ളൂ. റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര എണ്ണം ഉണ്ട്? ഒരു കുഴപ്പമില്ല. 2 സെന്റർ. അതെങ്ങനെയാണ്? 2 സ്പിയർ ഉണ്ടെങ്കിൽ 2 റേഡിയസ് ഓഫ് കർവേച്ചർ ഇല്ലേ? 2 റേഡിയസ് ഓഫ് കർവേച്ചർ വരും. ഒന്ന് ഇങ്ങോട്ട് വരില്ലേ? ഇതിന്റെ റേഡിയസും വരും, ഇതിന്റെ റേഡിയസും വരും. ഓക്കെ, ഇതിന്റെ സെന്ററിനെ നമ്മൾ ഒരു പേര് വിളിക്കും. ഇതിന്റെ സെന്ററിനെ നമ്മൾ ഒപ്റ്റിക് സെന്റർ എന്ന് വിളിക്കും. ഓ വെച്ചിട്ട് പറയും, ഒപ്റ്റിക് സെന്റർ. ഓക്കെ, എന്റെ അടുത്ത ക്വസ്റ്റ്യൻ അമാന, എത്ര ഫോക്കസ് ഉണ്ട്? ഓരോ ലെൻസിൽ എത്ര വെച്ചുണ്ട് ഫോക്കസ്? ഒരെണ്ണം. അപ്പൊ അപ്പുറത്തെ സൈഡിലോ? 2 സ്പിയർ ഉണ്ടെങ്കിൽ 2 സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, 2 ഫോക്കസ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ഫോക്കസ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നല്ലേ ലൈറ്റർ കാണിക്കുന്നുള്ളൂ. ഓക്കെ, നമ്മൾ എപ്പോഴും എവിടെ നിന്ന് എടുക്കുക? നമ്മൾ ഇനി എക്സാമിന് സൈൻ കൺവെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു ഫോക്കസിലാണ് ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്യുന്ന റൈറ്റ് സൈഡിലേക്കായിരിക്കും. അത് ആലോചിക്കട്ടോ. അത് ഓരോ ലെൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. കൺവേർജിംഗ് ആണ് റൈറ്റ് സൈഡിൽ, ഡൈവേർജിംഗ് ആണ് ലെഫ്റ്റ് സൈഡിൽ. നമ്മൾ മിറർ ചെയ്ത പോലെ. ഓക്കെ, അത് ന്യൂമറിക്കൽ വരുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക 2 ഫോക്കസ് ഉണ്ടെന്ന്. ഓക്കെ, ഒരു ലെൻസിന് 2 ഫോക്കസ് ഉണ്ട്. ഫോക്കസ് നമുക്ക് ഇതിനകത്ത് ഇപ്പൊ കാണിക്കണ്ട. എന്താ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫോക്കസ് ഈ മെറ്റീരിയലിന്റെ കൂടെ കിട്ടുന്നതല്ല, ഫോക്കസ് ഉണ്ടാകുന്നതാണ്. ഫോക്കസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതല്ലേ? അല്ലെ, ലെൻസിന്റെ കൂടെ കിട്ടുന്നതാണോ ഫോക്കസ്? അല്ല, ലെൻസ് വെച്ച് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് നോക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നല്ലേ ഫോക്കസ്. ആ ഡിസ്റ്റൻസ്, ഏത് ഡിസ്റ്റൻസിലാണ് ഇമേജ് കിട്ടുന്നത് അതായിട്ടാണ് ഫോക്കസ്. അവിടെ ഉണ്ടാവുകയാണ് ഫോക്കസ്. അതുകൊണ്ട് ഫോക്കസിന്റെ കാര്യം നമ്മളിപ്പോ പറയേണ്ട. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. ഈ സെന്റർ ഓഫ് കർവേച്ചർ, ഒപ്റ്റിക് സെന്റർ എന്താന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. എഴുതിക്കോളൂ. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് എഴുതിക്കോട്ടെ. തിക്കാണോ തിന്നാണെന്നുള്ള കാര്യമൊക്കെ ഇവിടെ എഴുതിക്കോ. ഇത് മാറിപ്പോരുത് കേട്ടോ. ഇത് കോൺവെക്സ് ആണ്. കോൺവെക്സില് എഡ്ജ് തിന്നാണ്. എഡ്ജ് തിൻ. ഇതെല്ലാം കൂടെ ഇവിടെ വരയ്ക്കുമ്പോൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്ന് അല്പം മാറ്റി വരച്ചാലും മതി കേട്ടോ. ഓക്കെ, ഒന്ന് ഒരല്പം ഇത് വരയ്ക്കുന്നതിന് മുന്നേ എന്ത് ചെയ്തോ, ഒരല്പം മുകളിലായിട്ട് അതിന്റെ മുകളിലായിട്ട് വേറൊരു ലെൻസ് കൂടി വരച്ചിട്ടെ കോൺകേവും കാണിക്കുക, കോൺവെക്സും കാണിക്കുക. എന്നിട്ട് കാണിച്ചാലും മതി. ഈ പോർഷൻ തിന്നായിരിക്കും. ഓക്കെ, സെന്റർ പോർഷൻ തിക്കായിരിക്കും. അപ്പൊ പ്രത്യേകത ചോദിക്കുമ്പോൾ പറയേണ്ടതാണ് സെന്റർ പോർഷൻ തിക്കായിരിക്കും, എഡ്ജ് തിന്നായിരിക്കും. ഇവിടെ നോക്കിയേ, എഡ്ജ് പോർഷൻ തിക്കായിരിക്കും. എഡ്ജ് പോർഷൻ തിക്കാണ്, സെന്റർ പോർഷൻ തിന്നായിരിക്കും. അനുശ്വരം മാറിപ്പോരുത് കേട്ടാ. ഓക്കെ, മാറിപ്പോരുത്. കോൺവെക്സും കോൺകേവും. കോൺവെക്സ് നമ്മൾ ആദ്യം എടുത്തത്. ഓക്കെ, നമ്മൾ ആദ്യം ഏതെടുത്ത്? നമ്മൾ ആദ്യം കോൺകേവ് ആണല്ലോ എടുത്തത്. നമ്മൾ ആദ്യം കോൺകേവ് എടുത്തു. പിന്നെ ലെൻസ്, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലൊരു ലെൻസ് ഉണ്ട്. നിങ്ങളുടെ എല്ലാവർക്കും ഒരു ലെൻസ് ഉണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലെൻസ് ഉണ്ട് കണ്ണില്. അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഒരു ലെൻസ് കൂടി വെച്ചിട്ട് അത് മാനേജ് ചെയ്യുന്നത് അല്ലെ. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഏത് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ഷോർട്ട് സൈറ്റിന് ഏതാണ്, ലോങ് സൈറ്റിന് ഏതാണെന്നൊക്കെ ഉള്ള അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഇതില് തിൻ എഡ്ജ്, തിക്ക് സെന്റർ. ഇതിന് തിക്ക് എഡ്ജ്, തിൻ സെന്റർ. ഇനി അമാനെ, അമാൻ, ഈ 2 റേഡിയസ് ഓഫ് കർവേച്ചർ സേവ് ആവണം നിർബന്ധമുണ്ടോ? ആരും ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ 2 റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം ആവണം നിർബന്ധമുണ്ടോ? സെയിം ആണ്, പക്ഷെ സെയിം അല്ലാത്ത ലെൻസും ഉണ്ട്. ഓക്കെ, ഇതിൽ 2ലും സെയിം ആണ്, പക്ഷെ സെയിം അല്ല. അത് നേരത്തെ പറഞ്ഞ പോലെ അതിനും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കുറവായതുകൊണ്ട്
നമ്മളിപ്പോ പഠിക്കുന്ന ഈ രണ്ട് സ്പെസിഫിക് കേസ് മാത്രമേ ഉള്ളൂ, കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും. ഓക്കെ, ഇതിൽ സെയിം ആണ് കേട്ടോ, ഈ രണ്ട് ലെൻസിൽ സെയിം ആണ്. അപ്പൊ ഈ ഒപ്റ്റിക് സെന്റർ എന്താന്ന് എഴുതി വെച്ചോട്ടോ. ഒപ്റ്റിക് സെന്റർ മിഡ് പോയിന്റ് ഓഫ് ലെൻസ് ആണ്. നമ്മൾ പോള് മിററി പറഞ്ഞ പോലെ ഇതിന്റെ ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ പി വെച്ചായിരിക്കും, പി വെച്ച ഓയും വെക്കാം കേട്ടോ, ഓ വെച്ച് നമുക്കത് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഓ, CBSE ടെക്സ്റ്റിൽ ഓ ആണ്, നിങ്ങളുടെ കയ്യിൽ പി ആണ്. ഓക്കെ, ഓ എഴുതിനെ ഓ എഴുതിക്കും, ഓ ആകുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റൂലോ, ഓ ഫോർ ഒപ്റ്റിക് സെന്റർ. അതുപോലെ ഇത് സി, സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിന് ഒരു ഡെഫിനേഷൻ നമുക്ക് കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട്. ഇത് ഡോട്ടഡ് കാണിച്ചത്. ലെൻസ് വരയ്ക്കാൻ പറയുമ്പോൾ ഇത് രണ്ടും വരച്ചാൽ മതി കേട്ടോ. ലെൻസ് വരയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഇത് രണ്ടും വരച്ചാൽ മതി, ഈ ഇമാജിനറി ആയിട്ടുള്ളത് വരയ്ക്കണ്ട. ഇത് ഞാൻ വരച്ചത് ഈ സെന്റർ ഓഫ് കർവേച്ചർ എന്താണെന്ന് അല്ലെങ്കിൽ മനസ്സിലാവില്ലല്ലോ. ഇതെന്താ പെട്ടെന്ന് പുള്ളി റൈറ്റ് സൈഡിൽ ഒരു സിയും ലെഫ്റ്റ് സൈഡിൽ ഒരു സിയും ഇട്ടേക്കുന്നത് എന്താണ്? ഈ സർഫസിന്റെ കണ്ടോ, ഈ സ്പിയറിന്റെ സെന്റർ ആണ് ഇത്, ഈ സ്പിയറിന്റെ സെന്റർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ സ്പിയറിന്റെ സെന്റർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, റൈറ്റ് സൈഡിലെ സ്പിയറിന്റെ സെന്റർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സെന്ററിൽ നോക്കുക കേട്ടോ. ലെൻസ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സെന്ററിൽ നോക്കുക. സെന്ററിൽ കോൺകേവ് മിറർ പോലെയാണെങ്കിൽ കോൺകേവ് ലെൻസ്, കോൺവെക്സ് മിറർ പോലെയാണെങ്കിൽ കോൺവെക്സ് ലെൻസ്. ഓക്കെ, അതിന്റെ രണ്ട് സർഫസ് നോക്കിയാലും മതി, അതിന്റെ ആ പകുതി നോക്കിയാൽ മതി, പകുതി അല്ലെ, പകുതി എടുത്ത് നോക്കിയാൽ മതി, നമുക്കത് ഏത് ലെൻസാന്ന് പിടി കിട്ടും. ആ ലൈറ്റ് ചെന്ന് വീഴുന്ന ഭാഗം കണ്ടോ, ആ ലെൻസിലേക്ക് ലൈറ്റ് ചെന്ന് വീഴുന്ന ഭാഗം തള്ളിയായിരിക്കുന്നു, അപ്പൊ കോൺവെക്സ്. മറ്റേതിൽ ലൈറ്റ് ചെന്ന് വീഴുന്ന ഭാഗം ഇങ്ങനെ കേർവ്ഡ് ആയിട്ട് ഇങ്ങനെ കുഴിഞ്ഞായിരിക്കുന്നത് അല്ലെ, കേർവ്ഡ് ഇൻവേർഡ് ആണ്, അത് കോൺകേവ്. മാറിപ്പോരുത് കേട്ടോ. ഓക്കെ, കഴിഞ്ഞോ? ആരെങ്കിലും വരയ്ക്കുന്നതിനെ കൈപൊക്കി. ഇല്ല, കഴിഞ്ഞു, എല്ലാരും കഴിഞ്ഞു. ഓക്കെ, വേണമെങ്കിൽ ആ സെന്റർ ഓഫ് കർവേച്ചർ ഓ എന്താന്ന് വേണമെങ്കിൽ ഒന്ന് ഡോട്ടഡ് ഇട്ടിട്ടെ, ഒരു ഡോട്ട് ലൈൻ, ഓ ഈക്വൽ ടു ഒപ്റ്റിക് സെന്റർ എന്ന് എഴുതി വെച്ചു കേട്ടോ, ഒരു ഹൈഫൻ ഇട്ടിട്ട് ഓ ഇസ് ദ ഒപ്റ്റിക് സെന്റർ. ഓ ഈസ് ദ ഒപ്റ്റിക് സെന്റർ. അതെന്താണ്? മിഡ് പോയിന്റ് ഓഫ് ലെൻസ്. ലെൻസിന്റെ മിഡ് പോയിന്റ് ആണ്. ഇപ്പൊ എന്റെ കൈയുടെ മിഡ് പോയിന്റ് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ മിററിൽ പഠിച്ചു എന്റെ കൈയുടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാ കണ്ടോ. അതുപോലെ ലെൻസിന്റെ മിഡ് പോയിന്റ് ആണ്. വ്യത്യാസം ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇതും കമ്പയർ, ഇതും മാറിപ്പോരുത്. ഏതാ സെന്റർ ഓഫ് കർവേച്ചർ? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ലെൻസ് ഒരു സ്പിയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത ആ സ്പിയറിന്റെ സെന്റർ ആണ്. ആ സ്പിയർ ഇമാജിനറി ആണ്, അതിന്റെ സെന്റർ ആണ്. ഇത് റിയൽ ആണ്, ഇതിവിടെ ഉള്ളതാണ്, അതിന്റെ സെന്റർ ആണ് ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്തെങ്കിൽ അടുത്തത് സി എന്താണെന്ന് മാർക്ക് ചെയ്ത്. സെന്റർ ഓഫ് കർവേച്ചർ, സെന്റർ ഓഫ് കർവേച്ചർ ആണ് സി എന്ന് പറയുന്നത്. സെന്റർ ഓഫ് കർവേച്ചർ എഴുതി. ഓക്കെ, സെന്റർ ഓഫ് കർവേച്ചർ എന്താണ്? സെന്റർ ഓഫ് ഇമാജിനറി സ്പിയർ ഓഫ് വിച്ച് സൈഡ്സ് ഓഫ് ലെൻസ് ആർ പാർട്സ്. ഓക്കെ, സെന്റർ ഓഫ് ഇമാജിനറി സ്പിയർ, സെന്റർ ഓഫ് ഇമാജിനറി സ്പിയർ ഓഫ് വിച്ച് sides of the lens are parts. ഓക്കെ, ആ ലെൻസിന്റെ സൈഡ് ഭാഗമായിട്ടുള്ള ഇമാജിനറി സ്പിയറിന്റെ സെന്റർ, അതിനെയാണ് നമ്മൾ അഫിനെ എഴുതുന്നുണ്ടോ? അഫിനെ ഒന്നുകൂടെ പറയാം. എഴുതുന്നില്ലേ? ആ, ഓക്കെ. സെന്റർ ഓഫ് ഇമാജിനറി സ്പിയർ, സെന്റർ ഓഫ് ഇമാജിനറി സ്പിയർ ഓഫ് വിച്ച് sides of the lens are parts. Sides of the lens are parts. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് ഇതേ ഡെഫിനിഷൻ, നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ, എന്താണ് ഒപ്റ്റിക് സെന്റർ, ഫോക്കസ് എന്താണെന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. അതുമല്ല, ജനറൽ ആയിട്ട് ഫോക്കസിന് ഒരു ഡെഫിനിഷനും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ മിററിൽ കണ്ടതാ, രണ്ട് മിററിന്റെയും ഫോക്കസ് ഡിഫറെന്റ് ആയിരുന്നു. അത് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആർക്ക് പറയാം മെത്തേഡ്? ഫോക്കസ് എങ്ങനെ കണ്ടുപിടിക്കുക ആ ലെൻസിന്റെ? ആർക്ക് പറയാം? ഇമേജ് ഫോർമേഷൻ. മിടുക്കൻ. ഇമേജ് ഫോർമേഷൻ വെച്ചിട്ട് അല്ലെ, ഒരു ദൂര ഒബ്ജക്റ്റ്, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്. എന്തുകൊണ്ടാണ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് എടുക്കുന്നത്? എന്തുകൊണ്ടാണ് അടുത്തുള്ള ഒബ്ജക്റ്റ് എടുത്ത് എന്നാ പ്രശ്നം? സ്ക്രീനിൽ കിട്ടാൻ വേണ്ടി. അപ്പൊ അടുത്തുള്ള ഒബ്ജക്റ്റ് അല്ലേ എളുപ്പം, അങ്ങനല്ലേ പറയുന്നത്. അടുത്ത് നമ്മൾ ക്യാൻഡിൽ വെക്കുമ്പോഴല്ലേ സ്ക്രീനിൽ കിട്ടുക. വേറെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോ. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോക്കസ് വരുന്നു, അതുകൊണ്ടല്ലേ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്തെന്ന് പറയുന്ന അറിയോ? ഞാൻ പറയുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ലൈറ്റർ ഏകദേശം പാരലൽ ആയിരിക്കും. എന്താ അടുത്ത് വെച്ചാൽ പാരലൽ ആവൂലേ? അതിന് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് വരുവാണ്. ഓക്കെ, ഇത് പാരലൽ ആണോ?
അല്ലല്ലോ, പാരലൽ അല്ല. ഇനി വേറൊരു കേസ് എടുക്കുകയാണ്. ഇപ്പോഴോ ഏകദേശം പാരലൽ എന്ന് പറയാൻ പറ്റില്ലേ? അതുകൊണ്ട് പാരലൽ റേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൂരെ ഒബ്ജക്ട് എടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഫോക്കസ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലൽ റൈസ് റേ, പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേ ഏത് പോയിന്റിലാണോ കൺവേർജ് ചെയ്യുന്നത്, ഏത് പോയിന്റിലേക്കാണോ ഏത് പോയിന്റിൽ നിന്നാണോ ഡൈവേർജ് ചെയ്യുന്ന പോലെ തോന്നുന്നത്, അതാണ് ഫോക്കസ്. ഇവിടെയും സെയിം ഡെഫിനിഷൻ കേട്ടോ. പക്ഷെ ഏത് ലെൻസ് ആണെന്നുള്ള ചെറിയ കൺഫ്യൂഷൻ ഉള്ളൂ. ഡെഫിനിഷൻ ഒക്കെ സെയിം ആണ് കേട്ടോ, അത് നമ്മൾ പഠിക്കും. അതായത് പാരലൽ ലൈറ്റ് റേ ഏത് പോയിന്റിലേക്കാണ് കൺവേർജ് ആവുന്നത്, അതായിരിക്കാം ഒരു ലെൻസിന്റെ ഫോക്കസ്. പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ ഏത് പോയിന്റിൽ നിന്നാണോ ഡൈവേർജ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നത്, അതായിരിക്കും മറ്റൊരു ലെൻസിന്റെ ഫോക്കസ്. അത് ഏതൊക്കെ ലെൻസ് ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമുക്കൊരു കുഞ്ഞ് ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവരും നിങ്ങളുടെ ആക്ടിവിറ്റിക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡി ആക്കിക്കോളൂ. ഒരു മിറർ വെക്കുന്ന ഹോൾഡറിൽ തന്നെ ലെൻസ് കയറുന്നില്ലേ? ആരെങ്കിലും കയറുന്നില്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ആദ്യം ആ ലെൻസ് വെക്കാൻ വേണ്ടി ഒരു ഹോൾഡർ എടുക്കുക കേട്ടോ. ഹോൾഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കാർഡ്ബോർഡിന്റെ ആ പീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ, അതെടുത്ത് വെക്കുക. അലൈനക്ക് കിട്ടിയായിരുന്നോ അലൈന? ഇല്ല, നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല അല്ലെ. പഴയ ക്ലാസ് ഒക്കെ എടുത്ത് നോക്കി. ഇനി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് വേണം കേട്ടോ. ഇന്നിപ്പോ കൈ പിടിച്ച് ചെയ്തോ, അടുത്ത ക്ലാസ്സിലേക്ക് വേണം. എന്നിട്ട് ആദ്യം നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള കോൺവെക്സ്, ഇതിനകത്ത് നമ്മൾ കോൺവെക്സ് ആണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. കോൺകേവ് അല്ല, ഇതിനകത്ത് നമ്മൾ കോൺവെക്സ് ഫസ്റ്റ് ചെയ്യുകയാണ്. ആ കോൺവെക്സ് ലെൻസ് എടുത്ത് ഇത് ഇങ്ങനെ അതിനകത്ത് വെച്ച്, എന്നിട്ട് നിങ്ങളുടെ സെന്ററിൽ അത് ഇരുന്നോട്ടെ. ഓക്കെ, സെന്ററിൽ എല്ലാവരും ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് കാണട്ടെ കേട്ടോ. എല്ലാവരെയും കാണട്ടെ, എല്ലാവരെയും ആ സെന്ററിൽ ആ ലെൻസ് ഇരിക്കണം, എല്ലാവരെയും കാണട്ടെ. ഫാത്തിമ ബീവി എല്ലാവരും വെച്ചോ. എടുക്കാൻ പോയിട്ട് പെട്ടെന്നോ. എല്ലാരും വെച്ചോ? ഓക്കെ, അല്ലെ കോൺകേവ് തന്നെ എടുത്തേക്കണെന്നൊന്ന് കൺഫേം ചെയ്തേ. കോൺകേവ് തന്നെ എടുത്തേക്കണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ അതിൽ കൂടെ നോക്കിയാൽ മതി. സോറി കോൺവെക്സ് പറഞ്ഞു മാറിപ്പോയതാ. കോൺവെക്സ്. ഓക്കെ, ചെറുതായിട്ടാണോ കാണുന്നതെന്ന് നോക്കിയാൽ മതി അതിൽ കൂടെ നോക്കുമ്പോ. അല്ല, കോൺവെക്സ് മാറിപ്പോയി. കോൺവെക്സ് അല്ല, വലുതായിട്ടാണോ കാണുന്നത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇതുപോലെ കാണുന്നുണ്ടോ നോക്കി. അല്ല, നിങ്ങളെ നോക്കിയാ മതി, അപ്പുറത്തോടെ നോക്കിയാ മതി. ഒന്ന് പിടിച്ചു നോക്കിക്കോ, കോൺവെക്സ് തന്നെ അല്ലേന്ന്. ചിലർ കോൺകേവ് എടുത്ത് നോക്കിയോ, അതാ പ്രശ്നം കേട്ടോ. ഇനി എന്ത് ചെയ്യാം, വേറൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ തൊട്ട് നോക്കിയാലും മതി. തൊട്ട് നോക്കുമ്പോ കോൺവെക്സ് രണ്ട് സൈഡും ഇങ്ങനെ തള്ളി നിൽക്കും. കോൺവെക്സ് ആണെങ്കിൽ, കോൺകേവ് ആണെങ്കിൽ രണ്ട് സൈഡും ഇങ്ങനെ ഇരിക്കും. ഓക്കെ, കർവ്ഡ് ഇൻവേർഡ് ആയിട്ടിരിക്കും. കോൺവെക്സ് ആണെങ്കിൽ കർവ്ഡ് ഔട്ട്വേർഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. കോൺവെക്സ് എടുത്ത് നോക്കിയാ, കോൺവെക്സ്. ഓക്കെ, വെച്ചാ? എല്ലാരും വെച്ചിട്ടുണ്ടോ? എല്ലാരും ഒന്ന് കാണട്ടെ. ഞാൻ ഒരു അറ്റത്ത് നിന്ന് പിടിച്ച് എല്ലാരും നോക്കി പോട്ടെ. അൽഹ, അഫ്രാലി, അഫിൻ. പറഞ്ഞോ. അയ്യോ, ഒന്ന് കാണിച്ചു നോക്കട്ടെ. എന്റെ പൊന്നോ, നീ എന്ത് വക്കില അത് വെച്ചേ? എന്താ അത് കാണിച്ചു നോക്കട്ടെ. അതൊന്ന് കാണിച്ച്, ക്യാമറ കാണിച്ച്. ഓ, അത് കയറ്റി വെച്ചപ്പോ കീറിപ്പോയാ? അയ്യോ, ഒരു പണി, അടുത്ത ദിവസം ഓർമ്മ ഉണ്ടാക്കിക്കോട്ടോ. ഇതിപ്പോ കൈ പിടിച്ച് ചെയ്തോ. കോൺവെക്സ്. അനശ്വര കണ്ടു. അനശ്വരയുടെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അനശ്വര ഒരെണ്ണാണോ വെച്ചിട്ടുള്ളൂ? ഒരു കാർഡ്ബോർഡ് ആണോ വെച്ചിട്ടുള്ളൂ? ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ 2 ലെൻസിനും 2 ഉണ്ടാക്കി, കാരണം വലുതും ചെറുതും. ഓക്കെ, ഒന്ന് കാണിച്ചു നോക്കട്ടെ. അതെങ്ങനെയാ വെച്ചിരിക്കുന്ന ആ കാർഡ്ബോർഡ്? അത് അപ്പുറം ഇപ്പുറം ഉണ്ടല്ലേ? ഓക്കെ. ആ 2 പീസ് ഉണ്ട്. ഞാൻ ഒറ്റ പീസിലാന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. സെഹറ കണ്ടു, അഫ്ന കണ്ടു, ഫാത്തിമ സുബൈർ കണ്ടു, മുഹമ്മദ് അമീൻ കണ്ടു, ബീമ പി സിദ്ദീഖ്, അമാന പി സ്വാരി കാണിച്ചിട്ടുള്ള, ഫാത്തിമ ഇർഫാന, അൽഷിഫ, ഫാത്തിമ ഇസ്മായിൽ, റുക്സാന. ഓക്കെ, ലെൻസ് ആണല്ലോ എന്ന് വിചാരിച്ച ഹോള് മാത്രം ഇങ്ങനെ കാണിച്ചു തരില്ല കേട്ടോ, ഞാൻ കണ്ടുപിടിക്കും. ഫാത്തിമ സാല, അമാൻ ഇലാഹി, ജീലാനി. ഓക്കെ, അടുത്താരാണ്? ഹന ഫാത്തിമ, യഹിയ അലി, ഫാത്തിമ. യഹിയ അലിക്ക് ലെൻസ് കവർ ഇല്ല. യഹിയയുടെ ഇതെന്തേ ഹോൾഡറാ? അതിന്റെ ഓൾഡർ ഇല്ലാത്ത കഴിഞ്ഞ ആക്ടിവിറ്റി ചെയ്താണല്ലോ. അപ്പൊ പുതിയത് ഉണ്ടാക്കണ്ടേ? ഇന്നലെ പറഞ്ഞാണല്ലോ ക്ലാസ്സില്. അടുത്ത ക്ലാസ്സിൽ പുതിയത് വേണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഒരു കയ്യിൽ മെഴുകുതിരി, ഒരു കയ്യില്
ലെൻസ്, മറ്റേ കയ്യിൽ സ്ക്രീൻ. 3 കൈ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഓക്കെ, 2 കൈയാണ് ദൈവം തന്നിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നിർബന്ധമായിട്ടും കേട്ടോ, അറിയില്ലാത്തവർക്ക് ഞാൻ ക്ലാസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇനി അവിടെ ഫാത്തിമത്ത് ഷെർബാൻ, തഫ്സി അൻസാരി, മുഹമ്മദ് അൻഷിദ്, സ്വാലിഹ, ഹാരിസ്, നിഷാന വീഡിയോ ഓണാക്ക്. എൽദോസ്, നിഷാനയുടെ വീഡിയോ ഓഫ് ആണല്ലോ. ഹാരിസേ കാണിച്ച, ഹാരിസേ ക്യാമറ കാണിക്കുക. ഓക്കെ. ഭീമ നവാസ് എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. ആദിലിന്റെ കണ്ടിട്ടില്ല കേട്ടോ, ആദിലിന്റെ കണ്ടിട്ടില്ല. പറഞ്ഞു. അത് പോയി. അടുത്ത ക്ലാസ്സിൽ ഉണ്ടാക്കിട്ടോ കേട്ടോ, അടുത്ത ക്ലാസ്സിൽ ഉണ്ടാക്കിട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം? നിഷാൻ ഇപ്പോഴും ഓൺ ആക്കിയിട്ടില്ല, നിഷാനെ റിമൂവ് ആക്കിയേക്കാം. പറഞ്ഞേക്കാം, ഇനി ക്ലാസ്സിൽ കയറ്റണം പറഞ്ഞേക്കാം. പറഞ്ഞു. വീഡിയോ ഓൺ ആവാത്താണ്. ലെൻസ് കയ്യിലുണ്ടോ? ലെൻസിന്റെ ഫോട്ടോ എടുത്ത് അയക്കണം കേട്ടോ കഴിയുമ്പോ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. ആ വീഡിയോ നെറ്റ് ഇഷ്യൂ ആയിരിക്കും, അതൊക്കെ പരിഹരിക്കണേ. കാരണം എന്നാലും എനിക്ക് നിങ്ങൾ ചെയ്യണ കാണാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ മിററി ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. ഇനി സ്ക്രീൻ ഒന്ന് എടുത്തു വെച്ച് എല്ലാവരും ഒന്ന് ക്യാമറ കാണിച്ച്, സ്ക്രീൻ നിങ്ങളുടെ കയ്യിലുള്ള സ്ക്രീൻ ഒന്ന് കാണട്ടെ. സ്ക്രീൻ എല്ലാവർക്കും ഉണ്ടോ? സ്ക്രീൻ ഇല്ലാത്തവരൊന്ന് കൈവയ്ക്ക്. സ്ക്രീൻ ഇല്ലാത്തവര്. സഹറയുടെ സ്ക്രീൻ അവിടെ? കീറിപ്പോയെങ്കിൽ ആ ബുക്ക് എടുത്തോ, ബുക്ക് സ്ക്രീൻ ആക്കിക്കോ കേട്ടോ. ഓക്കെ, ബുക്ക് സ്ക്രീൻ ആക്കി ചെയ്തോ. ബുക്കിന്റെ ആ വൈറ്റ് ഷീറ്റ് വേണം കേട്ടോ, വൈറ്റ് കേട്ടോ. ഏതെങ്കിലും ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടേ ബുക്കായിട്ട് വെച്ചത്. നാളെ ഈ ഉടായ്പൊന്നും പറ്റില്ല കേട്ടോ, നാളെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. അതിന് അൽസാബിത്ത് പറഞ്ഞോ. കീറിപ്പോയെങ്കിൽ ബുക്ക് എടുത്തോ, ബുക്ക് സ്ക്രീൻ ആയിട്ട് വെച്ച് ചെയ്തോ. എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ചതിന്റെ എന്താണെന്നറിയോ? ദൂരെ ഒബ്ജക്റ്റ് നോക്കാം. ദൂരെ ഒബ്ജക്റ്റ് നിങ്ങളുടെ വിൻഡോയിലേക്ക് ആ ലെൻസ് തിരിച്ചു വെക്കും. എന്നിട്ട് ആ വിൻഡോ തുറന്നിടുക. ഓക്കെ, ആ വിൻഡോ തുറന്നിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നോക്കിക്കോ, ഇതേ ലെൻസ് വെക്കുക. എന്നിട്ട് വിൻഡോ തുറന്നിട്ടിട്ട് ഇവിടെ ശ്രദ്ധിച്ചു, എന്നിട്ട് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യുമ്പോൾ കുറെ തെറ്റ് വരും, കുഴപ്പമില്ല, കുറെ തെറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെക്കുക. എന്നിട്ട് സ്ക്രീൻ എവിടെ വെക്കും? ഈ ഒബ്ജക്റ്റിന്റെ ലെൻസിന്റെ ഇടയ്ക്ക് വെക്കണോ അതോ ഇപ്പുറം വെക്കണം? ആർക്ക് പറയാം? ഒബ്ജക്റ്റിന്റെ ലെൻസിന്റെ ഇടയ്ക്കാണോ വെക്കേണ്ടത്, മിററിൽ വെച്ച പോലെ, അതോ ലെൻസിന്റെ പുറയിലാണോ വെക്കേണ്ടത്? ആർക്ക് പറയാം? എവിടെ വെക്കണം എന്ന് ആർക്ക് പറയാം? സ്ക്രീൻ എവിടെ പ്ലേസ് ചെയ്യും? ഒബ്ജക്റ്റിന്റെയും ലെൻസിന്റെ ഇടയ്ക്കാണോ വെക്കേണ്ടത്, പുറകിലാണോ വെക്കേണ്ടത്? പറയൂ. പറഞ്ഞോ അമാനെ, പറഞ്ഞോ. പുറകിലാണല്ലേ, കാരണം ഇവിടെ റിഫ്ലക്ഷൻ അല്ലല്ലോ. ഇവിടെ ലൈറ്റ് വന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് ഇമേജ് ഫോം ചെയ്യല്ലോ, ലൈറ്റ് റിഫ്രാക്ട് ചെയ്തിട്ട് ഇമേജ് ഫോം ചെയ്യുവാണ്. ലൈറ്റ് കടന്നു പോവാണ്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിൽ കൂടെ ലൈറ്റ് കടന്നു പോവാ, മിററിൽ തട്ടി തിരിച്ചു വരുവാ. അപ്പൊ കടന്നു പോകുമ്പോൾ ഇമേജ് ഫോം ചെയ്യണേ നമ്മൾ പുറകിലാണ് വെക്കേണ്ടത് കേട്ടോ. ലെൻസിന്റെ പുറകില്, ഒബ്ജക്റ്റ് ഫ്രണ്ടിലും ലെൻസ് പുറകിലും, അപ്പറേ ഇപ്പറേ കേട്ടോ, കുമ്പസരിക്കാനിരിക്കുന്ന പോലെ കേട്ടോ. ഒരാൾ അപ്പറേം ഒരാൾ ഇപ്പറേം വരും. ഓക്കെ, അപ്പൊ എവിടെയാണോ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കണം നിങ്ങൾ സ്ക്രീൻ വെച്ചിട്ടുണ്ടാവുക. എന്നിട്ട് നിങ്ങൾ ഫ്രണ്ടിലേക്ക് നീക്കുക, ബാക്കിലേക്ക് നീക്കുക, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ചെയ്തോളൂ. സ്ക്രീൻ ഇങ്ങനെ വെക്കുക കേട്ടോ. എന്റെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെ? ഞാൻ ഇങ്ങനെ പുറകോട്ട് നീക്കി. അതാ ഇവിടെ ഒരു നല്ലൊരു ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്റെ നോക്കി, എന്നിട്ട് നിങ്ങൾ ചെയ്തോ. എന്റെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ നോക്കി. വെയിറ്റ്, ഞാൻ ഒരല്പം തിരിച്ചു തരാം. കാണുന്നുണ്ടോ? കണ്ട, ഇതുപോലെ ഇമേജ് കിട്ടും. കണ്ട, ഞാൻ പുറകോട്ട് പോകുമ്പോഴും ബ്ലറാവും. കണ്ട, ബ്ലറായി പോവാണ്. ഞാൻ ഫ്രണ്ടിലേക്ക് കൊടുന്ന് ഒരു പോയിന്റിൽ എത്തിയപ്പോ നല്ല ഷാർപ്പ് ഇമേജ്. ഇതെന്താ ഇത്? ഇത് അവിടെ ഒരു പടതയൊക്കെ വലിച്ചു കിട്ടിയേക്കുന്നതാണ്. ഓക്കെ, അതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇനി എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക കേട്ടോ. സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. എത്രയാണ് ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് നോക്കുക. നല്ല ഷാർപ്പ് ഇമേജ് കിട്ടണം. എന്നിട്ട് വേറെയും കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണ് കാണുന്നത്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തലതിരിഞ്ഞാണോ നേരെയാണോ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ അതുപോലെ ലെൻസ് വെക്കി. ഞാൻ ക്വസ്റ്റ്യനെയർ അപ്പത്തേക്ക് ഇടാം, നിങ്ങൾ ചെയ്യട്ടോ. ഞാൻ ക്വസ്റ്റ്യനെയർ ഷെയർ ചെയ്യാം അപ്പത്തേക്ക്. പൊക്കം കിട്ടണം. അത് നമ്മൾ നോക്കിയാൽ പൊക്കം വലിയ പ്രശ്നം വരാറില്ല. കാരണം അവിടെ ഒരുപാട് ഒബ്ജക്റ്റുകൾ ഉണ്ടാവില്ല, ഏതെങ്കിലുമൊക്കെ ഒബ്ജക്റ്റിന്റെ വരില്ല അതിനകത്ത്. നോക്കി, ആ ഷബാനയ്ക്കൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇല്ലേ ഷബാന? കിട്ടിയില്ലേ? ഷബാന പറഞ്ഞോ, കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്തോ കേട്ടോ. ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്തോ. കറക്റ്റ് ആയിരിക്കണം കേട്ടോ. നല്ല ഷാർപ്പ് ഇമേജ് ആയിരിക്കണം കേട്ടോ. എനിക്ക് എന്നെ കാണിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അനശ്വര എന്തായി? അനശ്വര സാർ എനിക്ക് കിട്ടി, പക്ഷെ ബ്ലർ ആയിട്ട് കാണിച്ചോണ്ടിരിക്കുക. കുഴപ്പമില്ല, ഒന്ന് ഫ്രണ്ടിലേക്ക് നീക്കിയാൽ മതി. ഒന്ന് ഫ്രണ്ടിലേക്ക് നീക്കി നോക്കി കേട്ടോ.
കേട്ടാ. ബ്ലർ ആണെങ്കിൽ ഒന്ന് ഫ്രണ്ടിലേക്ക് നീക്കി. സാർ എന്നെ ഭയങ്കര ബ്ലറാ. ബ്ലർ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല മോനെ, ബ്ലർ ആ ഷാർപ്പ് ആയിക്കോളും. ഒന്ന് ഫ്രണ്ടിലേക്ക് കൂടുന്ന ഒരു ഇമേജ് കണ്ടാ ഓക്കെയാണ് നിങ്ങൾക്ക് കേട്ടാ. ഒരു ഇമേജ് കണ്ടാ ഓക്കെയാണ്, ഒന്ന് ഫ്രണ്ടിലേക്ക് കൂടുന്ന മാറ്റി അത് ഷാർപ്പ് ആയിക്കോളും കേട്ടോ. ഒരു ഇമേജ് അവിടെ വന്നാൽ ഒരു കുഴപ്പമില്ല. ഇമേജ് ഇല്ലാത്തവരെയാണ് എനിക്ക് വേണ്ടത് കേട്ടോ, യാതൊന്നും ഇല്ലാത്തവരെയാണ് എനിക്ക് വേണ്ടത്. വേറെ സ്ഥലത്ത് പോയി നോക്കിക്കോട്ടെ. അരീനയുടെ ആ ബാക്കിലുള്ള വിൻഡോ തുറന്നിട്ടാ പോരെ? നോക്കട്ടെ. ആ നോക്ക് കേട്ടോ. വേറെ പിന്നെ ആരാ? കിട്ടണില്ല, ഇവിടെ വെളിച്ചമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറെ സ്ഥലത്ത് പോയി നോക്കി. അതെയാ, ഞാൻ ചോദിക്കട്ടെ, അതിന് വിൻഡോ തുറന്നിട്ട് വിൻഡോ ഉണ്ടോ അവിടെ? വിൻഡോ ഉണ്ട്, പക്ഷെ ഇവിടെ അത്ര സൺലൈറ്റ് വരില്ല. അതെയാ, വെട്ടം തീരെയില്ല. ഒരു ട്യൂബ് ഓഫ് ചെയ്താലോ? ട്യൂബ് ഓഫ് ചെയ്തിട്ടൊന്ന് നോക്കി കേട്ടോ. എന്നിട്ട് നോക്കി ഇമേജ്. ഞാൻ പറയാം ഞാൻ ഓരോരുത്തരും വരാം കേട്ടോ. അച്ചു നോക്കി കിട്ടുന്നുണ്ടാ? കിട്ടി. അത്രേ ഉള്ളൂ, സിമ്പിൾ. പിന്നെ വേറെ ആരാ ഇനി കിട്ടാത്ത ആള് പറഞ്ഞോ. നമുക്ക് പരിഹാരമുണ്ട്, എന്തിനും പരിഹാരം. നമ്മള് സയന്റിസ്റ്റുകളാണ് കേട്ടോ. പറഞ്ഞോ. ആർക്കാ? റുക്സാനക്ക് കിട്ടുന്നില്ല. റുക്സാന അത്ര അടുപ്പിച്ച് വെക്കണ്ട. പുറകോട്ട് പോട്ടെ. അത് പുറകോട്ട് പോട്ടെ. നിങ്ങളുടെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായാലും ഒരു എത്രയായിരിക്കും? ഒരു 15 സെന്റിമീറ്റർ ഒക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു ഗ്യാപ്പ് വേണം കേട്ടോ. 15-20 എനിക്കറിയില്ല നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലെൻസ്. ചിലപ്പോ ചിലരുടെ 15 ആവും, 10 ആവും, 20 ആവാം. അത് നോക്കാം. ഇപ്പൊ നോക്കണമെന്നില്ല നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അത് നോക്കി കണ്ടുപിടിച്ച് വെക്കും കേട്ടോ. നിങ്ങൾ അല്ലാണ്ട് ചെയ്തിട്ട് കറക്റ്റ് ആണോ ചെക്ക് ചെയ്താൽ മതി. പറഞ്ഞോ. കിട്ടി സാർ. കിട്ടിയോ? റുക്സാന പുറകോട്ട് വെക്കാത്തോണ്ട് റുക്സാന. ഇങ്ങനെ ചെറിയ മൈനർ പ്രോബ്ലം ഉള്ളൂ കേട്ടോ. നിങ്ങൾ പറഞ്ഞ പോലെ വലിയ പ്രശ്നമൊന്നും ഇതിനകത്തില്ല. ഇനി ആ രാമിനും ക്യാൻഡിൽ വേണ്ട. ആമിന എന്താ ക്യാൻഡിൽ ചെയ്യുന്നത്? ക്യാൻഡിൽ കത്തിച്ചു വെച്ചേക്കുക. ഇപ്പഴേ ഇമേജ് ഫോർമേഷൻ. ആമിനക്ക് മറ്റത് കിട്ടിയാ? ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് കിട്ടിയാ? ആമിന അഷറഫ് അനക്കല്ല. ഇനി വേറെ ആള് കിട്ടാത്ത അടുത്ത ആള്. പറഞ്ഞോ. കിട്ടിയവരൊന്ന് ആൻഡ്രൈസ് ചെയ്ത് വെച്ചാൽ എനിക്ക് എളുപ്പമായിരിക്കും. കിട്ടിയവർ അവിടെ ആൻഡ്രൈസ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ആ ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്തോട്ടോ. ഓക്കെ. ഓക്കെ, കിട്ടി. ബാക്കിയുള്ളവർ പറഞ്ഞോളൂ. സാർ എന്റെ വീട് തുറന്നിടാൻ ജനലൊന്നുമില്ല. ഇല്ല, ആമിനൊന്ന് വീഡിയോ ഓൺ ചെയ്ത്. ആമിനയുടെ ഞാൻ എന്തോ കണ്ടാണല്ലോ. ആമിന തിരിച്ചു വെച്ചോ, ഒരു കുഴപ്പമില്ല. ലെൻസ് തിരിച്ചു വെച്ചോ കേട്ടോ. ഇത് അത്ര പ്രശ്നമുള്ള ആക്ടിവിറ്റി അല്ലെന്ന്, ഇത് സിമ്പിൾ ആക്ടിവിറ്റി ആണ് കേട്ടോ. നിങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിന് ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ മെത്തേഡ് അറിഞ്ഞാൽ സിമ്പിൾ ആണ് കേട്ടോ. പറഞ്ഞുതരാം. കിട്ടാത്തവര് പറയണം കേട്ടോ. വാ തുറന്ന് പറഞ്ഞാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇനി ആരാ? അതിനൊരു 10 പേരുണ്ടാവൂലേ ഇനിയിപ്പോ കിട്ടാത്ത അല്ലെ? ഓക്കെ. ആരൊക്കെയാണ്? സഹറ, അഫ്നാൻ, എൽദോസിനൊക്കെ സുഖമായിട്ട് കിട്ടൂല. എൽദോസ് ആ ജനൽ അവിടെ കിട്ടി, അവിടെ ആൻഡ്രൈസ് ചെയ്ത് വെക്കുന്നത്. വെറുതെ കളിക്കുകയാണ്. ഓക്കെ. ഫാത്തിമ ബീവി. സാർ എനിക്ക് കിട്ടിയില്ല. ഫാത്തിമ ബീവി ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കിയാ? ഇല്ല. ലൈറ്റ് ഓഫ് ചെയ്ത് നോക്ക് കേട്ടോ. എന്താ വിൻഡോടെ കിട്ടും. കിട്ടാണ്ടിരിക്കില്ല, എല്ലാവർക്കും കിട്ടും കേട്ടോ. ഇനി ഭീമ നവാസിന് കിട്ടിയാ? ആൻഡ്രൈസ് ചെയ്യുക. ഞാൻ തലയാട്ടിക്കൊണ്ടിരിക്കുക അവിടെ ആൻഡ്രൈസ് ചെയ്യാണ്ട്. ഇനി കമന്റ് ബോക്സ്. ഇനിയിപ്പോ ഞാൻ ആ ബോക്സ് ഒക്കെ തുറന്ന് നോക്കണം അല്ലെ? നിങ്ങൾക്ക് ആൻഡ്രൈസ് ഇല്ല? കുഴപ്പമില്ല. കുഴപ്പമില്ല. ആൻഡ്രൈസ് ഇല്ലെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി വേറെ ആഷ്നമോൾ എന്തായി? ആഷ്ന കിട്ടില്ല. നമുക്ക് കിട്ടിക്കാം കേട്ടോ. ആഷ്ന ഒന്ന് ക്യാമറ ഒന്ന് താത്തി വെച്ചേ. ആക്ടിവിറ്റി ചെയ്യുന്ന സ്ഥലത്തേക്ക് വെച്ച്. എവിടെയാ വിൻഡോ? എവിടെയാ ആഷ്നമോളുടെ വിൻഡോ? എവിടെയാ? ലെഫ്റ്റ് സൈഡില്. എന്നാ വിൻഡോയുടെ നേരെ ലെൻസ് കൊണ്ടേ വെച്ചേ. വിൻഡോയുടെ നേരെ ഫേസ് ചെയ്തിട്ട് കേട്ടോ. ലെൻസ് വെച്ചോ? ഓക്കെ. എന്നിട്ട് ആ സ്ക്രീൻ എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കിയേ. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്നിട്ട് സ്ക്രീൻ പുറകെ കൊണ്ടുപോയി വെച്ചിട്ട് ആ വിൻഡോയ്ക്ക് അകത്തുകൂടി കാണുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, പിന്നെ എങ്ങനെയാ കാണുന്നതെന്നൊക്കെ നോക്കിയേ കേട്ടോ. എങ്ങനെയാ ഒബ്ജക്റ്റ് കാണുന്നത്? അതിനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ഇതിന്റെ കൂടെ തന്നെ ചോദിക്കാം കേട്ടോ. ചോദിച്ചു പോവാം. ഇനി കിട്ടാത്തവരൊന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഇനി കിട്ടാത്ത കുറച്ച് പേരില്ല, അവരൊന്ന് വെയിറ്റ് ചെയ്യും. ആരൊക്കെയാണ്? ആമിന, ബോബി, ജീലാനി 3, ഫാത്തിമ ബീവി 4. അല്ല, ഏതൊരാളുടെ ഫാത്തിമ ബീവി അല്ലേ ചെയ്തു പറഞ്ഞേ? ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആമിനക്ക് കിട്ടിയ? ആമിന ജനലിന്റെ ഗ്രില്ലാണോ?
കുറച്ചുകൂടെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഡിസ്റ്റന്റ് ഒബ്ജക്ട് എന്തോരം ഡിസ്റ്റന്റ് ആണോ അത്രയും നല്ലതാണ് കേട്ടോ. ജനലാണെങ്കിലും കുഴപ്പമില്ല, അത്രയും കിട്ടിയില്ല, കുഴപ്പമില്ല. ജനലിന്റെ അകത്തൂടി ഒന്നും കാണുന്നില്ല അതിനകത്ത്. ഇല്ല. പോട്ടെ കുഴപ്പമില്ല. ഒന്നുകൂടെ വേറെ നോക്കൂ, കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് ആ ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്ത് വെച്ചേ കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇത്രയും കിട്ടാത്തവര് ക്ലാസ് കഴിഞ്ഞ് നോക്കിയേ. ജീലാനിക്കൊക്കെ കിട്ടും. ജീലാനിക്ക് കിട്ടില്ല പിന്നെ ആർക്കൊക്കെ കിട്ടാതെ പുറകിൽ വിൻഡോ കിടക്കുമ്പോ പിന്നെ എന്താ പേടിക്കാനുള്ളത്. ഓക്കെ കേട്ടോ, അത് ക്ലാസ് കഴിഞ്ഞ് ഞാൻ പറയാം. ഇനി എല്ലാവരും ഇനി ആൻഡ്രൈസ് എല്ലാവരും ലോവർ ഹാൻഡ് ചെയ്തേ, വീഡിയോ ഓൺ ചെയ്തേ. നിങ്ങൾക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻ എയർ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചെയ്യാനുള്ള വിവരം നിങ്ങൾക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരാ വായിക്കുക? ഇനി എല്ലാവരും ലോവർ ഹാൻഡ് ചെയ്തേ, എല്ലാവരും വീഡിയോ ഓൺ ആക്കി വെച്ചേ. ഓക്കെ, അത് അവിടെ ഇരുന്നോട്ടെ. ഇടയ്ക്ക് വല്ല സംശയം വന്നാലേ ഇനി ക്വസ്റ്റ്യൻ വായിക്കുമ്പോ കേട്ടോ. ഓക്കെ, നോക്കിക്കോ. ഇവർക്ക് എല്ലാവരും കിട്ടിയേക്കണം. അനശ്വരക്കൊക്കെ കിട്ടിയതല്ല? അനശ്വര കിട്ടിയേക്കണം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ അനശ്വര. A real image is formed when two or more dash rays meet at a point. Reflected or refracted. ഓക്കെ, റിയൽ ഇമേജ് കിട്ടുന്നത്, നമുക്ക് റിയൽ ഇമേജ് കിട്ടുന്നത് എപ്പോഴാണ്? രണ്ടോ അതിൽ അധികമോ റേസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോഴാണ്. ഓപ്ഷൻ എ, റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിയൽ ഇമേജ് കിട്ടുന്നത്. ഓപ്ഷൻ ബി, രണ്ടാമത്തെ ഓപ്ഷൻ, റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിയൽ ഇമേജ് കിട്ടുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ, റിഫ്ലക്റ്റഡോ റിഫ്രാക്റ്റഡോ ആവാം. 1, 2, 3 ഇതാണ് ഓപ്ഷൻ. ആരും ഇപ്പൊ കാണിക്കണ്ട, ഞാൻ എല്ലാവരും കണ്ണടച്ചിട്ട് ഓപ്ഷൻ എ ഉള്ള ഒരു 1 എന്ന് ക്യാമറ കാണിക്കുക, ഓപ്ഷൻ ബി ഉള്ള ഒരു 2 എന്ന് കാണിക്കുക, ഓപ്ഷൻ സി ഉള്ള ഒരു ഇപ്പൊ കാണിക്കില്ലേ ആഫിന് എന്താ ഇത്, ആഫിന് ഒരു ബോധമില്ല. ഇപ്പൊ പറയുമല്ലേ, ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ കാണൂലേ? ഓക്കെ കേട്ടോ, ഇപ്പൊ കാണിക്കില്ലേ? ഓക്കെ, ഇനി ഞാൻ പറയുമ്പോ എന്ത് ചെയ്യാ, നിങ്ങൾ എല്ലാരും ക്യാമറയിലേക്ക് കാണിക്കുക. റെഡി, 1, 2, എല്ലാരും കണ്ണടച്ചേ. മനസ്സിലായല്ലോ? 1, 2, 3 കാണിച്ചോ. ക്യാമറ കാണട്ടെ. റുക്സാന 2, അൽസാബിത്തിന് 2 അല്ലെ? പിന്നെ ആർക്കാണ്? അഫ്നാന് 2, ഫാത്തിമ സുബൈറിന് 2, അഫ്രയ്ക്ക് 1, എൽദോസിന് 1, ഭീമയ്ക്ക് 1, ഫാത്തിമയ്ക്ക് 2, ആഷ്നമോക്ക് 2, അമാന 2, ആദില് 2. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതിനെല്ലാരും ഒന്ന് കണ്ണടച്ചേ. അല്ല, കണ്ണടക്കാനല്ല, കണ്ണു തുറന്നോ. ഇപ്പൊ കണ്ണടച്ചേ. ഇനി ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഇതാ പറഞ്ഞത്, നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യണുള്ളൂ. നിങ്ങളൊന്നും മനസ്സിലാക്കുന്നത്. കുറെ പേരൊക്കെ 3 ചെയ്തു കേട്ടോ. നല്ല കാര്യം. ഇവിടെ ശ്രദ്ധിച്ചോ. എന്താണെന്നറിയോ, നിങ്ങളിപ്പോ റിയൽ ഇമേജ് അല്ലേ പിള്ളേരെ കണ്ടേ? സ്ക്രീനിൽ റിയൽ ഇമേജ് അല്ലേ നിങ്ങൾ കണ്ടേ? അത് ഈ ലൈറ്റ് ഇതിന്റെ അകത്തൂടി കടന്നു പോയിട്ടല്ലേ? അപ്പൊ റിഫ്രാക്ഷൻ നടന്നിട്ടല്ലേ ഇമേജ് ഫോം ചെയ്തേ? അപ്പൊ റിഫ്രാക്റ്റഡ് റേസ് ഇമേജ് ഫോം ചെയ്യൂലേ റിയല്? ഇനി റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് ഇമേജ് ഫോം ചെയ്യുന്ന മെറിലും പഠിച്ചിട്ടില്ലേ? അപ്പൊ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? ഇനി ഒന്ന് കാണിച്ചേ. 1 ആയിരിക്കോ, 2 ആയിരിക്കോ, 3 ആയിരിക്കോ? 3 കേട്ടാ. കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസും ആവാം, റിഫ്രാക്റ്റഡ് ലൈറ്റ് റേസും റിയൽ ഇമേജ് ഫോം ചെയ്യും. അപ്പൊ റിയൽ ഇമേജിന് ഏത് റേസ് വേണമെങ്കിലും റിയൽ ഇമേജ് ഫോം ചെയ്യും. മനസ്സിലായല്ലോ? അങ്ങനെ ഒരു ബോധം ഉണ്ടാവണം ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ. എഴുതിക്കോ. അപ്പോ റിഫ്ലക്റ്റഡും ആവാം, റിഫ്രാക്റ്റഡും ആവാം കേട്ടോ. റിഫ്ലക്റ്റഡ് ഓർ റിഫ്രാക്റ്റഡ് എന്നാണ് അവിടെ കറക്റ്റ് ആൻസർ. 3 ആൻസറും കറക്റ്റ് ആണ്. എന്നാൽ നമ്മൾ ഫസ്റ്റത്തെ ആൻസർ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി 2 റോങ് ആയി പോകൂലേ? അങ്ങനെയല്ലല്ലോ. 3rd ആൻസർ ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, എന്താണ് സാറേ? എന്താ സാറേ, ഒരു എന്തെങ്കിലും ഇൻഫർമേഷൻ ആണോ? സാറേ, മറ്റേ ബൈ വീക്ക്ലി സ്റ്റാറ്റസ് ആണ്. അതെപ്പോഴാണ് വേണ്ട? സമയം 7:00 മതി അതോ? 7 മതി. ഓക്കെ, അപ്പൊ കേട്ടോട്ടോ. അപ്പൊ റിഫ്ലക്റ്റഡ് റേസ് ആവാം, അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേസ് ആവാം. അപ്പൊ റിയൽ ഇമേജ് ഫോം ചെയ്യണ റിഫ്ലക്റ്റഡ് കാരണവും വരും, റിഫ്രാക്റ്റഡ് കാരണവും വരും. മനസ്സിലായല്ലോ? ഇനി മാറിപ്പോവില്ലോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ എന്താണ്? റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് ആണ്. കാരണം അവിടെ നമ്മൾ റിഫ്രാക്ഷൻ പഠിച്ചിട്ടില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് റിഫ്രാക്ഷൻ അറിയാം. അപ്പൊ റിഫ്ലക്റ്റഡും ആവാം, റിഫ്രാക്റ്റഡും ആവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. ആരാ? അൽസാബിത്ത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. Refracted rays from convex lens dash an image on screen. റിഫ്രാക്റ്റഡ് റേസ് ഫ്രം കോൺവെക്സ് ലെൻസ്. അതായത് നമ്മളിപ്പോ ചെയ്ത കോൺവെക്സ് ലെൻസിൽ നിന്നുള്ള ലൈറ്റ് റേ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്, ഇമേജ് ഫോം ചെയ്തിട്ടില്ല. എന്ത് ചോദ്യം അല്ലെ? നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒന്ന് കണ്ണടച്ചോ കേട്ടോ. ഒന്നും മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയട്ടെ. എല്ലാരും കണ്ണടച്ചേ. എന്നിട്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ 1 എന്ന് കാണിക്കാം, ഫോം ചെയ്യുന്നില്ലെങ്കിൽ 2 എന്ന് കാണിക്കാം.
ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ 1, ഫോം ചെയ്യുന്നില്ലെങ്കിൽ 2. അതിൽ 2 എന്ന് കാണിക്കുന്നു. എന്റെ അതിലെ ഓക്കെ, കണ്ണു തുറന്നോ. അയാൻ അവിടെ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അയാൻ അവിടെ കണ്ണും തുറന്നു വെച്ചിരിക്കുകയാണ്. കണ്ണടച്ച് കാണിക്കണ്ടേ? കണ്ണ് തുറന്നിരിക്കുക. പിന്നെ എന്ത് കാണിച്ചെന്താ കാണിച്ചത്? 1 ആണോ 2 ആണോ? 2. മിടുക്കൻ. 2 വരുന്നത് എങ്ങനെയാ? അതാ പറഞ്ഞ അയാൻ ശ്രദ്ധിക്കണല്ല. 2 വരുമോ? ഫോം ചെയ്യുന്നില്ല എന്ന് അയാൻ പറഞ്ഞേക്കോ. അയാൻ സ്ക്രീനിൽ ഇമേജ് കണ്ടിട്ട് പറയുകയാണ് ഇമേജ് ഫോം ചെയ്യുന്നില്ല. കോൺവെക്സ്, നമ്മളിപ്പോ എടുത്ത സാധനം കോൺവെക്സ് കേട്ടാ. അപ്പൊ ചെയ്തതിന്റെ പ്രയോജനം കിട്ടുമോ? അല്ലെ? കോൺവെക്സ് ലെൻസ് ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് സ്ക്രീനിൽ കിട്ടിയേ. ഓക്കെ, അപ്പൊ എഴുതി വെക്ക്, ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, റിഫ്രാക്റ്റഡ് റേസ് ഫോം ഫ്രം കോൺവെക്സ് ലെൻസ് ഫോം ഇമേജ് ഓൺ സ്ക്രീൻ. ഫോം ആൻഡ് ഇമേജ് ഓൺ സ്ക്രീൻ, അല്ലെങ്കിൽ പറയാം ഫോം എ റിയൽ ഇമേജ് എന്നും പറയാം, കുഴപ്പമില്ല കേട്ടോ. സ്ക്രീനിൽ ഫോം ചെയ്യുന്ന ഇമേജിനെയാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫോംസ് ആൻഡ് ഇമേജ് ഓൺ സ്ക്രീൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ആരാ? നിഷാന സിയാദ് വായിച്ചു. തേർഡ് ക്വസ്റ്റ്യൻ. Refracted ray from a convex lens dashed at a pointer. ഈ റിഫ്രാക്റ്റഡ് റേസ് എല്ലാം കൂടി, അതായത് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ റിഫ്രാക്റ്റഡ് റേസ് എല്ലാം കൂടി ഈ ലെൻസിലൂടെ കടന്നു ചെന്ന് ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇമേജ് കണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ മീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് 2 ഓപ്ഷൻ കേട്ടോ. ഓക്കെ, മീറ്റ് ചെയ്തു, മീറ്റ് ചെയ്തിട്ടില്ല. കണ്ണടച്ചേ. മീറ്റ് ചെയ്തു, കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോ അല്ലാതെ ഓപ്ഷൻ കാണിക്കുന്നു. ഇവരെന്താണ് ഈ കണ്ണടയ്ക്ക് കേട്ടോ. എന്നിട്ട് ഓപ്ഷൻ എ ഉള്ളവർ 1 എന്ന് കാണിക്കുക, ഓപ്ഷൻ ബി ഉള്ളവർ 2 എന്ന് കാണിക്കുക. ഓക്കെ, മീറ്റ് ചെയ്തു, ഡെഫിനറ്റ് ആയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, എഴുതിക്കോ, മീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇമേജ് കണ്ടത്. ഓക്കെ, റിഫ്രാക്റ്റഡ് റേസ് ഒരു പോയിന്റിലേക്ക് ചെന്നിട്ട് മീറ്റ് ചെയ്തു. ഒരു ചോദ്യം കൂടെ ഉള്ളൂ. കോൺകേവ് നമുക്ക് നാളെ ചെയ്യാം കേട്ടോ. ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. ആക്ടിവിറ്റി എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ എഴുതിയാലും മതി. ആക്ടിവിറ്റി എത്ര? ആക്ടിവിറ്റി 4 5 പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് എന്ന് എഴുതണമെങ്കിൽ എഴുതാം. അല്ല, കോൺവെക്സ് ലെൻസ്. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസിന്റെ ആക്ടിവിറ്റി ആണിത്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഇതൊരു കേസും കൂടിയാണ്. നമ്മൾ മിറർ ചെയ്ത പോലെയാണ്. ഇതൊരു ഫസ്റ്റ് കേസും കൂടിയാണ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ. ഓക്കെ, മിറർ പഠിക്കണ ആൾക്ക് ഇതിന്റെ കേസ് ഒക്കെ സിമ്പിളാ. സെയിം സംഭവം തന്നെ ഇതിനകത്ത് വരും. ഒന്ന് തിരിഞ്ഞു വരുമെന്നുള്ളൂ, അത് നമ്മൾ പഠിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആൽബിൻ ജെയ്സൺ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. ഫോർത്ത് ക്വസ്റ്റ്യൻ. അത് പോയില്ല. അയ്യോ, പോയാ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതുകൂടെ കഴിഞ്ഞ് നിർത്താം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചോ ആൽബിനെ. The image from the distance object from by concave lens is വായിക്കില്ലേ? convex lens is real or inverted. ഇവൻ എന്തൊക്കെയാ വായിച്ചോണ്ടിരിക്കും. ഓക്കെ, ഞാൻ വായിക്കും. ഇമേജ് ഓഫ് ഡിസ്റ്റന്റ് ഒബ്ജക്ട് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് ഓപ്ഷൻ എ റിയൽ ആണ്. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ കേട്ടോ, നമ്മൾ അത് മാത്രമല്ല ഇപ്പൊ നോക്കിയോളൂ. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ഇമേജ് റിയൽ ഓർ വിർച്വൽ എന്നാണ് ഫസ്റ്റ്. എല്ലാരും കണ്ണടച്ചേ. റിയൽ ഉള്ളവർ 1 എന്ന് കാണിക്കുക, വിർച്വൽ ഉള്ളവർ 2 എന്ന് കാണിക്കുക. റിയൽ എന്നുള്ളവർ 1 എന്ന് കാണിക്കുക, വിർച്വൽ പെട്ടെന്ന് കാണിക്കുക. ആരും കണ്ണ് തുറക്കരുതേ. ആരെങ്കിലും 2 കാണിക്കുന്നുണ്ടല്ലോ? ഓക്കെ, റിയൽ ആണ് അല്ലെ? റിയൽ ആണ്. അപ്പൊ ഞാൻ റിയൽ ടിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ റിയൽ ടിക്ക് ചെയ്തു. ഇനി അടുത്ത വായിച്ചോ. അടുത്ത നിഷാന വായിച്ചോ. രണ്ടാമത്തെ നിഷാന വായിച്ചോ. നിഷാന ജമാൽ വായിച്ചോ. അടുത്ത വായിച്ചോ. പറഞ്ഞോ. Highly diminished or enlarged or same size. ഹൈലി ഡിമിനിഷ്ഡ് ആർന്നോ എൻലാർജ്ഡ് ആണോ സെയിം സൈസ് ആണോ? എല്ലാരും കണ്ണടച്ചേ. വളരെ ചെറുതാർന്നോ അതോ സെയിം സൈസ് ആർന്നോ അതോ വലുതാർന്നോ സ്ക്രീനിൽ ഫോം ചെയ്യുന്ന ഇമേജ്? ഇനി എല്ലാരും ഓപ്ഷൻ കാണിക്കാൻ പറയുമ്പോ ഓപ്ഷൻ കാണിക്കാം. ഓപ്ഷൻ കാണിച്ചോ. 1 2 3 ആണോ? ഹൈലി ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, enlarged ആണെങ്കിൽ 2. enlarged ആണെങ്കിൽ 2. ഫാത്തിമ സുബൈറിന് enlarged ആണോ? അമാന സ്വാലിക്ക് enlarged ആണോ? മുഹമ്മദ് അമീൻ enlarged ആണോ എന്ന് ചോദിച്ചപ്പോ കൈ ഒരെണ്ണം താത്തി. ഞാൻ കണ്ടില്ല എന്നാണ് അവന്റെ വിചാരം. ഓക്കെ, 3 പേരെ ഞാനൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾ ആ വലിയ വീടൊക്കെ അല്ലേ പിള്ളേരെ നിങ്ങളുടെ കുഞ്ഞി പെട്ടിക്കകത്ത് കണ്ട, എന്നിട്ട് enlarged എന്ന് പറയാവോ?
അത്രയും വലിയ വീടും തെങ്ങും മലയും ജനലൊക്കെ പോയിട്ട് ആ സ്ക്രീനിനകത്ത് കണ്ടിട്ട് പറയുകയാണ് എല്ലാർജ് എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിന് വീടിന്റെ വലിപ്പം ഉണ്ടാവും കേട്ടാ. അപ്പൊ എന്താണ് ഹൈലി ഡിമിനിഷ്ഡ്, വളരെ ചെറുതാണ് കേട്ടാ, ഹൈലി ഡിമിനിഷ്ഡ്. ലാസ്റ്റ് വൺ ഒരെണ്ണം കൂടി ആരാ വായിക്കുക? ദിയനെ കൊണ്ട് വായിക്കുക. ദിയ ലാസ്റ്റത്തെ കൂടെ വായിച്ചോ. നേരെയാണോ ഇരുന്നത് തലതിരിഞ്ഞാണോ ഇരുന്നത്? ആ ഇമേജ് നേരെയാണോ നിങ്ങൾ കണ്ടത് തലതിരിഞ്ഞാണോ കണ്ടത്? ഓക്കെ എല്ലാരും ദേ അഫ്ര പിന്നെ ഓപ്ഷൻ ഈ അഫ്ര. ഓക്കെ ദേ ഓപ്ഷൻ ദേ അടുത്ത ആളല്ല. ഇപ്പൊ കാണിക്കില്ലേ, നിങ്ങൾ ഇപ്പൊ കാണിക്കരുത് കേട്ടോ. ഓക്കെ എനിക്ക് കുറെ പേര് വേണം, എനിക്കിത് മനസ്സിലാവാത്ത കുറെ പേരെ പിടിക്കാനുണ്ട്. എല്ലാരും കണ്ണടച്ചേ. ഓക്കെ കണ്ണടക്കി എന്നാ പിന്നെ എനിക്ക് തന്നെ അങ്ങ് പറഞ്ഞാൽ പോലെ. ഞാൻ നിങ്ങളെ കൊണ്ട് പറയുന്ന സമയം കളഞ്ഞു. ഓക്കെ ഇനി ഓപ്ഷൻ കാണിച്ചോ. ഇറക്റ്റ് ആണെങ്കിൽ 1 എന്ന് കാണിക്കുക, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2 എന്ന് കാണിക്കുക. ഇറക്റ്റ് ആണെങ്കിൽ 1 എന്ന് കാണിക്കുക, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2 എന്ന് കാണിക്കുക. കണ്ടോ ഇപ്പോഴും ഇറക്റ്റ് 1 കാണിച്ച എല്ലാവരും, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2, ഇറക്റ്റ് 1 നേരെയാണെങ്കിൽ 1, തലതിരിഞ്ഞാണെങ്കിൽ 2. കണ്ടോ ഫാത്തിമ ടിയൻ. ഇനി ആരാണ്? പിന്നെ ആരൊക്കെയോ? അനീറ്റ, ഫാത്തിമ, ഇർഫാന, ആദിലൊക്കെ കണ്ണ് തുറന്ന് വെച്ചേക്കുക, ഇത്ര പറഞ്ഞാലും കേൾക്കൂല അല്ലെ. അനശ്വര, ഇവർക്കൊക്കെ 1 ആണ്. ഫാത്തിമ ഇസ്മായിലിനൊക്കെ നേരെയാണോ കണ്ടേ? ഇനി എല്ലാവരും ഒന്ന് കണ്ണു തുറന്നേ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ സഹോദരന്മാരെ, ഒരു കാര്യം കേട്ടോ, ഇത് കേട്ടോ, ഇത് മനസ്സിൽ വെച്ചോ. സ്ക്രീനിൽ നേരെ ഇമേജ് കിട്ടൂല കേട്ടോ. സ്ക്രീനിൽ നേരെയുള്ള ഇമേജ് ഒരു കാരണവശാലും കിട്ടൂല. അത് എപ്പോഴും തലതിരിഞ്ഞ കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഇമേജ് നോക്കിക്കോ, അത് ഇൻവേർട്ടഡ് ആണ് കേട്ടോ. അതാ പറഞ്ഞ ഇമേജിന്റെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന്. സ്ക്രീനിൽ റിയൽ ഇമേജസ് ആർ ഓൾവേസ് ഇൻവേർട്ടഡ് എന്ന് വലിയൊരു ബോക്സിലാക്കി വെച്ചു. ഇനി മാറിപ്പോകണ്ട കേട്ടോ. ഇനി 1 പറയണ്ട. ഇപ്പൊ ഇത്ര പേരില്ലേ ഇത് കിട്ടൂല അല്ലെങ്കിൽ കേട്ടോ. ഇത്ര പേർക്ക് അറിയില്ല എന്ന് മനസ്സിലായില്ലേ? കണ്ടോ അല്ല ഇറക്റ്റ് അല്ലാട്ടോ, സോറി ഇൻവേർട്ടഡ്. റിയൽ ഇമേജസ് ആർ ഓൾവേസ് ഇൻവേർട്ടഡ് എന്ന് അത് എവിടെയെങ്കിലും നോട്ട് ചെയ്യാമെങ്കിൽ അവിടെ നോട്ട് ചെയ്തോ. അത് റിഫ്ലക്ഷനിലും എല്ലാം ഒരുപോലെയാണ്. ഓക്കെ റിയൽ ഇമേജ് ആണെങ്കിൽ അത് തലതിരിഞ്ഞതാണ്. ഇനി മാറിപ്പോരുത് കേട്ടോ. ജോൺ സാറെ പറഞ്ഞോ കേട്ടോ. ഓക്കെ സ്റ്റുഡൻസ് നമ്മുടെ ബൈ വീക്കിലി 16 കംപ്ലീറ്റ് ആയി. നമുക്ക് ഫിസിക്സ് മാത്സ് ആയിരുന്നു. അപ്പം അതിന്റെ സ്റ്റാറ്റസ് ആണ് കയറുന്നത്. അപ്പോൾ വേഗം വിളിച്ചേക്കാം. നേരത്തെ പോകുന്ന ആർക്കെങ്കിലും ഉണ്ടോ? നേരത്തെ പോകാൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ആരെങ്കിലും ഇത് എഴുതാത്തതിന്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. ഇത് കംപ്ലീറ്റ് ചെയ്യാത്ത ആരെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേ. എടുത്തെങ്കിൽ ഞാൻ ലെഫ്റ്റ് ആവുകയാണേ. ഓക്കെ ആണല്ലോ? ഓക്കെ താങ്ക് യു സാറെ പോവാട്ടോ. ഓക്കെ ഫാത്തിമ ഇസ്മായിൽ S1 ആണ്. വേറെ ആരുള്ള? അനശ്വര, ഫാത്തിമ PA ഓൾസോ S1 ആണ്. ലീവ് ചെയ്തോളൂ. പിന്നെ ആരാണ്? ഫാത്തിമ സാറ കുഴപ്പമില്ല S2 ആണ് കേട്ടോ. കുഴപ്പമില്ല കേട്ടോ. ലീവ് ചെയ്തോ. ഞാൻ ആബ്സെന്റ് ആയിരുന്നു ബൈ വീക്കിലിന്. ആരായിരുന്നു? ഫാത്തിമ ടിയൻ റെമഡി ഉണ്ടായിരിക്കട്ടെ. എന്തായാലും നമ്മൾ ഞായറാഴ്ച ഇവിടെ ഓഫീസിൽ വന്ന് റെമഡി അറ്റൻഡ് ചെയ്യണമെന്നാണ് നമ്മളിപ്പോൾ എടുത്തേക്കണ ഡിസിഷൻ. അപ്പൊ പറയണം. ഓക്കെ ലീവ് ചെയ്തോ. അഫ്ര അലി S2 ആണ്. കുഴപ്പമില്ല ലീവ് ചെയ്തോളൂ കേട്ടോ. ആരാണ് പേര് പറ? ആഷ്ന കുഴപ്പമില്ല കേട്ടോ. ആഷ്നക്ക് കുറച്ച് കുറഞ്ഞു പോയി. ഫിസിക്സ് ആണെങ്കിൽ 6 മാർക്സ് ഉള്ളൂ കേട്ടോ. ശ്രദ്ധിക്കാട്ടോ ആഷ്ന. ലീവ് ചെയ്തോളൂ. അരീന ലീവ് ചെയ്തോളൂ കേട്ടോ. കുഴപ്പമില്ല. സ്വാലിഹ സലാം കുഴപ്പമില്ല S1 ആണ്. അലൈന S2 ആണ്. കുഴപ്പമില്ല. വരാറുള്ള അനശ്വരയ്ക്ക് ഒരു സബ്ജക്ട് ഫെയിൽ ആണല്ലോ, 2 സബ്ജക്ട് ഫെയിൽ ആണല്ലോ. S4 ആണ്. അപ്പോ എംപോസിഷൻ എഴുതുക. അതേപോലെ ഇവിടെ കാണിക്കാം കേട്ടോ. അത് എപ്പോഴും ഉച്ച കഴിഞ്ഞ് കൊണ്ടുതന്ന ഉച്ചയാകുമ്പോൾ കൊണ്ടുതന്നാൽ മതിയില്ലേ? മതി. ഓക്കെ ലീവ് ചെയ്തോട്ടോ. ആമിന അഷ്റഫ് ആബ്സെന്റ് ആയിരുന്നു. ആമിന അഷ്റഫ് അതേപോലെ തന്നെ ആബ്സെന്റ് ആയാലും ഓഫീസിൽ വരിക. റെമഡി അറ്റൻഡ് ചെയ്യാം കേട്ടോ. രാവിലെ 8 വൈകുന്നേരം വരെ. അച്ചു സാറാ കുഴപ്പമില്ല ലീവ് ചെയ്തോളൂ കേട്ടോ. നിഷാന സിയാദ് ഓൾസോ കുഴപ്പമില്ല. നിഷാന ജമാലും കുഴപ്പമില്ല. ഓക്കെ ലീവ് ചെയ്തു. ഹാരിസ് കുഴപ്പമില്ല കേട്ടോ. ലീവ് ചെയ്തോ. പിൻ ഹാഷിമും കുഴപ്പമില്ല. ലീവ് ചെയ്തോ. പിൻ ഹാഷിം. അബിയ സുൽത്താനക്ക് ഇപ്രാവശ്യം മാർക്ക് വെച്ച് കുറഞ്ഞില്ല. അബിയ ഇത് പറ്റി ക്ലാസ് കുഴപ്പമുണ്ടല്ലേ? ക്ലാസ്സുകൾ മിസ്സാക്കുന്നുണ്ടല്ലോ കുറെ.
അടുത്ത എക്സാമിന് നല്ലപോലെ മേടിക്കുക കേട്ടോ. കുഴപ്പമില്ല, S2 ആണ്. ലീവ് ചെയ്തു. മുഹമ്മദ് അൻഷിദ്, ഞാൻ വിളിക്കാം. മുഹമ്മദ് അൻഷിദ് S4 ആണ്. അപ്പോൾ എംപോസിഷൻ ചെയ്താൽ എംപോസിഷൻ ഓഫീസിൽ കൊണ്ട് കാണിച്ചിട്ട് എക്സാം ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. എക്സാം ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ലീവ് ചെയ്തു.